ഒരു ദിവസം ഞാൻ മദ്യം വിൽക്കാൻ വേണ്ടി കുറച്ച് മദ്യം വാറ്റുന്നിടത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പോലീസ് പിടിച്ചിട്ട് എന്നെ അന്നത്തെ ഡാമാണ് പോലീസ് സ്റ്റേഷൻ ഏരിയ, അവിടെ കൊണ്ടുവന്ന് എന്നെ കിടത്തിയിരിക്കുമ്പോൾ അവർ നന്നായിട്ട് എന്നെ ഇടിച്ചു. അടിയൊക്കെ കൊണ്ട് ഞാൻ അവിടെ കിടക്കുമ്പോൾ ആരും സ്നേഹം പറഞ്ഞു തരാൻ ആരുമില്ല. അക്രമിയായിട്ട് നടന്നു. ഇത് അഭ്യാസം, മദ്യപാനം, അതുപോലെ കച്ചവടങ്ങൾ, ഈ മദ്യം കച്ചവടങ്ങൾ, അങ്ങനെ അടിപിടി അക്രമങ്ങളായിട്ട് ആൾക്കാർ മദ്യം കൊണ്ട് കൊടുക്കും. അതിനവിടെ ഇവിടെയൊക്കെ കുഴിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ താത്തിടും. എന്നുവെച്ച് ഇങ്ങനെ വടിയിടിച്ച് എന്നെടുക്കും. ആളുകൾ വരുമ്പോൾ അവർക്ക് വിൽക്കും. അങ്ങനെ കമു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കമുകിൽ നിന്ന് കമു ഒടിഞ്ഞ് താഴെ പോയി. അങ്ങനെ ഇതിന് ഈ പകുതിക്ക് താഴെ സ്വാധീനമില്ല. 2 വടിയിടിച്ച യാത്ര ചെയ്യപ്പെടുന്നത്. ആഹാരമില്ലാതെ പോയി, കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഷെൽഫുകളിൽ വളരെ മധുരകരമായ രുചികരമായ ഭക്ഷണം ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എത്ര മന്ത്രവാദം എടുക്കാന്നറിയാൻ പോയിട്ടുള്ളത്. ചിലർ പറയും ഇന്ന തെക്കാവിൽ പോയ മുസ്ലിമിൻ്റെ അവിടെ കിടായ കൊടുത്താൽ, കോഴി കൊടുത്താൽ അവിടെ പോയി സൗഖ്യം കിട്ടും. ബസ് കയറുമ്പോൾ ബസ്സിനകത്ത് വീഴും. ഇങ്ങനെ ആശുപേറി യാത്ര ചെയ്യപ്പെട്ട എൻ്റെ വീട്ടിൽ സ്തോത്രം, ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കൾ. അതിലേറ്റവും ഇളയവനാണ് ഞാൻ. സ്തോത്രം. എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ ഒരു സഹോദരിയും പോയാൽ ബാക്കി എല്ലാവർക്കും, എൻ്റെ അമ്മ ഉൾപ്പെടെ, ഈ ചന്ദ്രരോഗം ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ചന്ദ്രരോഗത്തിന് അവർ അടിമപ്പെട്ട് കിടക്കപ്പെട്ടു. നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രായമാണ്. അവരിങ്ങനെ വീഴുന്നത് കണ്ടാൽ സഹിക്കാൻ കഴിയില്ല. വീണവിടെ കിടന്ന് ഒരഞ്ഞ് മുഖമെല്ലാം മുറിഞ്ഞ് പല്ലെല്ലാം കൊടിഞ്ഞ് കല്ലെല്ലാം ചില സമയത്ത് അടർന്നു പോകും. രാവിലെ ചില സമയത്ത് വരും, വൈകിട്ട് വരും, ഉച്ചയ്ക്ക് വരും. എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് പറവോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഞാനുണ്ടായിരുന്നപ്പോൾ തന്നെ ഇഷ്ടപ്പണിക്ക് പോയ കാലത്ത് ആ ജ്യേഷ്ഠൻ അവിടെ ഈ അസുഖം വന്ന് വെള്ളത്തിൽ വീണ് രാവിലെ പുറത്തു പോയതാ. 6 മണിയായപ്പോൾ പുള്ളി അവിടെ മരിച്ചു. പിന്നെ ബാക്കി ഞങ്ങൾ ശേഷിക്കുന്ന 6 പേരാ. ഇവർ ഇങ്ങനെ വീടുന്ന കണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ, അതിന് ഞാൻ ഈ ചേട്ടൻ മരിക്കുന്ന മുമ്പ് ചെറുപ്രായത്തിൽ ഇത് കണ്ട് കരഞ്ഞ് മന്ത്രവാദിലടുക്കൽ പോകാത്ത ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. പോകാത്ത ഇടമില്ല. എത്ര മന്ത്രവാദിലടുക്കാന്നറിയാൻ പോയിട്ടുള്ളത്. ചിലർ പറയും ഇന്ന തെക്കാവിൽ പോയ മുസ്ലിമിൻ്റെ അവിടെ കിടായ കൊടുത്താൽ, കോഴി കൊടുത്താൽ അവിടെ പോയി സൗഖ്യം കിട്ടും. ബസ് കയറുമ്പോൾ ബസ്സിനകത്ത് വീഴും. ഇങ്ങനെ ആശുപേറി യാത്ര ചെയ്യപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. സ്തോത്രം. ഞാൻ എൻ്റെ പുറകിലേക്ക് പോയിട്ട് ഞാൻ അവിടെ വരാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൊച്ചു പ്രായം, ഞങ്ങളൊരു RC ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവരാണ്. സ്തോത്രം. എൻ്റെ അപ്പൻ്റെ അപ്പൻ RC പള്ളിക്ക് സ്ഥലം കൊടുത്തു. ആ ചർച്ചിൽ 1ാമത്തെ പേര് ഞങ്ങളുടെയൊക്കെയാണ്. ഞങ്ങൾ വളരെ സന്തോഷം കൊണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നുള്ള, ഇന്നവിടെ കള്ളിക്കാട്ടിന് സ്ഥലത്ത് അവിടെ ലയോള സ്കൂളുണ്ട് ഈ പള്ളിയോട് ചേർന്ന്. സ്തോത്രം. എല്ലാം കൊണ്ട് തികഞ്ഞ പല അനുഭവം. പക്ഷേ ആത്മീയ ജീവിതം മാത്രം ഞങ്ങൾക്കില്ല. സ്തോത്രം. എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിലെ ഈ അസുഖത്തോട് ബന്ധപ്പെട്ടാണ് എങ്കിലും അങ്ങനെ അല്ല മരിച്ചത്. അല്ലാതെ പെട്ടെന്ന് അമ്മ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഞാൻ ചെറുപ്രായമാണ്, കൊച്ചു പ്രായമാണ്. എനിക്ക് 4-5 വയസ്സൊക്കെ കാണത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ എൻ്റെ ജനനത്തോടടുത്ത് തന്നെ എൻ്റെ പിതാവും കമു കയറാനൊക്കെ പോകുന്ന ആളാണ്. തെങ്ങൊക്കെ കയറാൻ പോവും. അങ്ങനെ കമു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കമുകിൽ നിന്ന് കമു ഒടിഞ്ഞ് താഴെ പോയി. അങ്ങനെ ഇതിന് ഈ പകുതിക്ക് താഴെ സ്വാധീനമില്ല. 2 വടിയിടിച്ച യാത്ര ചെയ്യപ്പെടുന്നത്. അപ്പം ഞങ്ങളെ വളർത്താൻ വളരെ കഷ്ടപ്പെട്ടു. വളരെ വേദനയോടെയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ പിന്നെ വേറെ നിർവാഹമില്ല. പിന്നെ മദ്യം വിൽക്കാൻ തുടങ്ങി. സ്തോത്രം. വേറൊരു പരിപാടിയില്ല, വേറെ ഒരു ജോലിക്കും പറ്റത്തില്ല. ആൾക്കാർ മദ്യം കൊണ്ട് കൊടുക്കും. അതിനവിടെ ഇവിടെയൊക്കെ കുഴിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ താത്തിടും. എന്നുവെച്ച് ഇങ്ങനെ വടിയിടിച്ച് എന്നെടുക്കും. ആളുകൾ വരുമ്പോൾ അവർക്ക് വിൽക്കും. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷണം തന്നെ ഞങ്ങളെയൊക്കെ വളർത്തിയത്. സ്തോത്രം. ഞങ്ങളങ്ങനെ ഞങ്ങൾ വളരുമ്പോൾ കാണുന്നത് മദ്യപിച്ച് ആൾക്കാർ ഞങ്ങളുടെ വഴിയുടെ ഓരങ്ങളിൽ കിടക്കുക,
കുറച്ച് പേര് വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുക, ചീത്ത വിളിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ പ്രശ്നങ്ങളെ കണ്ടാണ് എൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. പ്രൈസ് എൻ്റെ ചെറുപ്രായം തള്ളിവിടുന്ന സ്തോത്രം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വറ്റുണ്ട്. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കളരിപ്പയറ്റുമുണ്ട്. സ്തോത്രം. കളരി പഠിപ്പിക്കും. ആൾക്കാരൊന്ന് പഠിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിനകത്ത് ഈടെന്ന് പറഞ്ഞാൽ പണ്ട് ഈറ കൊണ്ടുണ്ടാക്കുന്ന ഡോറാണ്, പട്ടികളൊക്കെ അടിച്ച് ഉണ്ടാക്കുന്നത്. അപ്പം വിളക്ക് വെച്ച് ഈ മർമ്മം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ അറിയാം, ഇതിനറിയ കൂടെ ഇങ്ങനെ നോക്കി ഈ മർമ്മം പഠിപ്പിക്കുന്നതൊക്കെയാണ്. ഞങ്ങൾ കണ്ട വഴക്ക് പറയും, ഓട്ടിക്കും, ഞങ്ങൾ നിർത്തുകയല്ല. എന്നാൽ ഈ അഭ്യാസം പഠിക്കാൻ ചെറുപ്രായം പോലെ ഞങ്ങളെ അഭ്യസിപ്പിച്ചു. അങ്ങനെ പലയിടങ്ങളിൽ ഞങ്ങൾ പോയി കളരി കളിച്ചിട്ടുണ്ട്, പലയിടം പോയി ട്രോഫി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ലെവലിൽ കുറേ ദീർഘവർഷങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നെ ഇഷ്ടപ്പണി ആരംഭിച്ചു. ആരും സ്നേഹം പറഞ്ഞു തരാൻ ആരുമില്ല. അക്രമിയായിട്ട് നടന്നു. ഇത് അഭ്യാസം, മദ്യപാനം, അതുപോലെ കച്ചവടങ്ങൾ, ഈ മദ്യം കച്ചവടങ്ങൾ, അങ്ങനെ അടിപിടി അക്രമങ്ങളായിട്ട് യാത്ര ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെയാണ് എൻ്റെ വിവാഹം നടക്കപ്പെടുന്നത്. സ്തോത്രം. വിവാഹം നടക്കപ്പെടുമ്പോൾ ആ വിവാഹം കഴിഞ്ഞ് വരും. ആർസിന്നാണ് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ഞാൻ ചീട്ട് കളിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ചീട്ട് കളി അറിയാം. അപ്പം ഈ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ കിട്ടുന്ന പൈസ ചീട്ട് കളിക്കും. വീട്ടിൽ ചിലപ്പോൾ പൈസ എത്തത്തില്ല. പൈസ എന്തെങ്കിലും ഞാൻ പറയും, അത് കളഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് തടിതെപ്പോ. സ്തോത്രം. വീട് പട്ടിണിയായി, പ്രയാസമായി. അപ്പോൾ അടുത്തൊരു പെന്തക്കോസ്ത് ചർച്ചുണ്ട്. എൻ്റെ ഭാര്യ രഹസ്യമായിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. സ്തോത്രം. അവൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. ഞാൻ മദ്യം വിപ്പും അടിയും അക്രമങ്ങളും ഇതുപോലെ പല ലോക കാര്യങ്ങളായിട്ട് യാത്ര ചെയ്യപ്പെടുമ്പോൾ ഒരു ദിവസം ഞാൻ മദ്യം വിൽക്കാൻ വേണ്ടി കുറച്ച് മദ്യം വാറ്റുന്നിടത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പോലീസ് പിടിച്ചിട്ട് എന്നെ അന്നത്തെ ഡാമാണ് പോലീസ് സ്റ്റേഷൻ ഏരിയ, അവിടെ കൊണ്ടുവന്ന് എന്നെ കിടത്തിയിരിക്കുമ്പോൾ അവർ നന്നായിട്ട് എന്നെ ഇടിച്ചു. അടിയൊക്കെ കൊണ്ട് ഞാൻ അവിടെ കിടക്കുമ്പോൾ എൻ്റെ ഭാഗത്തൊരു വചനത്തിൻ്റെ വെളിപ്പാട് വ്യാപരിച്ചു. 2 പത്രോസ് ലേഖനം 1 പത്രോസ് 4 അതിൻ്റെ 1 വാക്യം മുതൽ, കർത്താവ് യേശുക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നീയും ആ ഭാവം അങ്ങനെ ചെയ്യാൻ ആയുധമായി ധരിക്കണം. കാമാർത്തിയിലും വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വെറിക്കൂത്തിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പോക്കി കാലം പോക്കിയത് മതി എന്നൊരു ശബ്ദം എൻ്റെ അന്തരാത്മാവിൽ മുഴങ്ങി. പ്രൈസ്. നിങ്ങൾ വായിച്ചുള്ളവർക്കാണ്. ആ പറഞ്ഞപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ അഡിക്റ്റായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ എന്നെ ആ സ്ഥലത്ത് വെച്ച് കർത്താവ് എന്നെ സന്ദർശിച്ചു. എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയായിരുന്നു. അവൾ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ഇന്നും പ്രാർത്ഥിക്കും. ഇന്നലെയും ഞാനും അവളും കൂടെ 1 മണി വരെ 1-1:30 വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇന്നും അവൾ പ്രാർത്ഥിക്കും, ധാരാളം സമയം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. ഏത് വിഷയത്തിനും പ്രാർത്ഥിച്ചാണ് വിജയം നേടുന്നത്. പ്രൈസ് ലോർഡ്. വിശ്വാസത്താൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്നെ മാറ്റിമറിച്ചത്. ഒരു ജഡീകനായിരുന്ന, ലോക മനുഷ്യനായിരുന്ന, ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന എന്നെ ഇത്തരയിലെത്തിപ്പിച്ചത് എൻ്റെ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്നും എന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ ഇന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അധികമായി വിശ്വസിക്കുന്നു. മറ്റെല്ലാത്തിനും ആരെല്ലാം എന്ത് പറഞ്ഞാലും അതിനേക്കാൾ അധികം യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിന്നാനില്ലാതെ കുടിക്ക് ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ആഹാരമില്ലാതെ പോയി, കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഷെൽഫുകളിൽ വളരെ മധുരകരമായ രുചികരമായ ഭക്ഷണം ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. എപ്പോഴും ഞാൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അതിശയമായ വിധങ്ങളിലൂടെ ദൈവം ഞങ്ങളെ നടത്തുകയായിരുന്നു. അതിശയമായ വിധങ്ങളിൽ. സ്തോത്രം. ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അതിൻ്റെ പുറകിൽ എൻ്റെ വിശ്വാസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് യേശുവിനെ ഞാൻ അറിഞ്ഞോ അന്ന് മുതൽ പുറകോട്ട് നോക്കിയില്ല. ഒരിക്കലും പാപത്തിലേക്ക് യാത്ര ചെയ്യപ്പെട്ടില്ല. ഈ ലോകത്തിലേക്ക് ഒരിക്കലും യാത്ര ചെയ്യപ്പെട്ടില്ല. അങ്ങനെ എനിക്കൊരു ശ്രേഷ്ഠനായ ദൈവദാസനെ കിട്ടി. അദ്ദേഹം TPM നിന്ന് ഇറങ്ങിയ ഒരാളാണ്. തങ്കച്ചൻ എന്ന പേര്. അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ പുറത്ത് ഈ സുവിശേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ഞാൻ പതുക്കെ വല്ലപ്പോഴൊക്കെ അവിടെ കടന്നു പോകും, പിന്നെ പോകത്തില്ല. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ ഇങ്ങനൊരു കാര്യം പറയും. എൻ്റെ ഭാര്യയെ എന്നും പാമ്പ് കടിക്കും. മുഖ്യ ദിവസവും എനിക്കൊന്നൊരു 100 പ്രാവശ്യമെങ്കിലും കടിച്ചിട്ടുണ്ടാവും.
ഞാൻ നടുക്ക് അവളെ കൊണ്ട് കിടത്തും. കട്ടിലിൻ്റെ അടിയിലുള്ള കാടും പടലും അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി വെളിയിട്ടിട്ടുണ്ട്. വടിയെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അടിക്കാനൊക്കെ എല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആ പാമ്പിനെ കണ്ടിട്ടുമില്ല, അടിക്കാനും പറ്റിയിട്ടില്ല. രാവിലെ നോക്കുമ്പോൾ ബോധക്ഷയമായിട്ട് എൻ്റെ ഭാര്യ കിടക്കും. വിഷാരടുക്ക് കൊണ്ടുപോകും. അവരോട് ഒരാഴ്ച 4 ദിവസം ഞാൻ എത്ര അധ്വാനിച്ചിട്ടും കരകയറാൻ പറ്റുന്നില്ല. ആ സ്ഥിതിയിൽ കൂടെ യാത്ര ചെയ്യപ്പെടുമ്പോഴാണ് ഈ ദൈവദാസനെ കാണാൻ പറ്റിയത്. അദ്ദേഹം പറഞ്ഞു, ഇത് നീ ഉദ്ദേശിക്കും പോലെ പാമ്പല്ല. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. എനിക്കറിയോ, ഞാൻ തപ്പിപ്പിടിച്ചൊക്കെ എടുത്തു വരുന്നതിന് മുമ്പ് അടുത്ത ആൾ വായിച്ച് കേൾപ്പിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, പറക്കുന്ന അഗ്നിസർപ്പം. പ്രൈസ് ദി ലോർഡ്. പറക്കുന്ന അഗ്നിസർപ്പം. ഇതൊരു പറക്കുന്ന സാധനമാണ്. നിനക്ക് കാണാൻ പറ്റിയല്ല. നിൻ്റെ വീട്ടിൽ നീ അവളെ എവിടെ മാറ്റി കിടത്തിയാൽ അവിടെ ഒന്ന് കടിക്കും. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഇത് ബൈബിൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഞാൻ വ്യക്തമായി പിന്നെയും വായിച്ചു. അതിനുശേഷമാണ് യേശുവിനോട് അടുക്കുവാൻ എനിക്ക് ആരംഭിച്ചു. അദ്ദേഹം എന്നെ ഒരു മോനെ പോലെ കൊണ്ടു കിടന്നു. പിശാച് ഇളകുന്നിടത്ത് 100 കണക്കിന് സ്ഥലങ്ങളിൽ, 1000കണക്കിന് ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചിയും തൂക്കി ബാഗും തൂക്കി യാത്ര ചെയ്യും. എന്നെ ഒരു മോനെ പോലെ കണ്ടു. നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തി ആഹാരം വാങ്ങിത്തരും. ഞാനിടയിൽ അധ്വാനിക്കാൻ പോകും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ അല്ല. അത് കൂടുതൽ സമയം കർത്താവിന് വേണ്ടി സമയം വേർപെടുത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത്തരയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ അവിടോട്ട് വരാം. അങ്ങനെ എൻ്റെ സഹോദരങ്ങൾ രോഗബാധിതരായി തീർന്നു. അവർ ഈ യേശുവിനെക്കുറിച്ച് അവർക്കറിയില്ല. അറിയാവുന്നത് മാതാവിനെക്കുറിച്ചാണ്, പിന്നെ അറിയാന്നുള്ള മന്ത്രവാദികളെക്കുറിച്ചാണ്, പിന്നെ അറിയാന്നുള്ളത് ഈ മുസ്ലിം അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച്. അവിടെയൊക്കെ ഞാനും കൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് സൗഖ്യം കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു സഹോദരി യേശുവിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ TPMലായിരിക്കുന്ന ഒരു അമ്മയുണ്ട്. അവർ കോട്ടയത്ത് താമസിക്കുക. അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എൻ്റെ ഒരു പെങ്ങളെ കൊണ്ടുപോയി. ആ പെങ്ങൾ അവിടെ അവർ പതുക്കെ അവർ ആ TPMലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ അവർ തന്നെ അത് കെട്ടിച്ചു കൊടുത്തു. അവരാണ് ഞാൻ പറഞ്ഞത് തേക്കടി താമസിക്കുന്നത്. 2ാമത്തെ പെങ്ങളെയും അവർ കൊണ്ടുപോയി അടുത്ത കുഞ്ഞിനെ നോക്കാനായിട്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളാണ്. അവരിന്ന് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് പിന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയിട്ടേ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സൗഖ്യം കിട്ടാതെ ഞാൻ വളരെ ദുഃഖിതനായി മാറിയ സഹോദരൻ മാറുമ്പോൾ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ച് പൂർണ്ണമായ വിടുതലുണ്ടാകാൻ തുടങ്ങി. സ്തോത്രം. ഒരാൾ 2 TPMലേക്ക് കടന്നുപോയി. ബാക്കിയുള്ളവർ അവിടെ അടുത്തുള്ള സഭകളിലെ വിശ്വാസത്തിലേക്ക് കടന്നുപോയി. ഒരു മൂത്ത ചേട്ടൻ വിശ്വാസത്തിൽ വന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടു. ഒടുവിൽ അകാല പ്രജയായ എനിക്കും അവസാനമായി ഈ രക്ഷയെ കാണാൻ പറ്റി. ആ ദേവദാസൻ്റെ പുറകെ യാത്ര ചെയ്ത് ഒരു ശിഷ്യനായി യാത്ര ചെയ്യപ്പെട്ടു. ശുശ്രൂഷ പഠിച്ചു. എന്നെ ഒടുവിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹം എന്നെ വേർതിരിച്ചു. ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യാനും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരാനും ദൈവം ഭാഗ്യം നൽകുന്നത്. എനിക്ക് ധാരാളം പറയാനുണ്ട്. ധാരാളം വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പങ്കിടാനുണ്ട്. ധാരാളം അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളുടെ ഒരു ഉടമസ്ഥനാണ് ഞാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, ഒരാപ്പിള് നമ്മുടെ കയ്യിലെടുത്താൽ ആ ആപ്പിളിനകത്ത് എത്ര വിത്തുണ്ട് നമുക്ക് എണ്ണിയെടുക്കാം. പക്ഷെ അതിനകത്തുണ്ടാകുന്ന ഫലത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എത്ര കാഴ്ച, എത്ര വർഷം അത് നിലനിൽക്കും, എത്ര 1000 ഫലം തരുമെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് വയസ്സായവർക്കും അതുപോലെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കുമെല്ലാം ദൈവം അകത്തൊരു വിഷൻ ഇട്ടിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അത് കാണുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാമല്ലോ? ചില വേദഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം വായിച്ചാട്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലോ, അതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിക്കുവാൻ അതിൻ്റെ പുറകിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? വിശ്വാസം. വിശ്വാസത്താലാണ് അവർ സാക്ഷ്യം പ്രാപിച്ചതെങ്കിൽ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ തുടങ്ങിയാൽ, ആ വിശ്വാസം നമ്മുടെ അകത്തേക്ക് എത്താൻ തുടങ്ങിയാൽ, ആ വിശ്വാസം നമ്മളിലേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരാൻ ആരംഭിച്ചാൽ ഈ പിതാക്കന്മാർ പ്രാപിച്ചതുപോലെ പലതും നമുക്ക് പ്രാപിക്കാൻ കഴിയും. എന്നാൽ ഈ നൂറ്റാണ്ടിൽ വിശ്വാസം മനുഷ്യന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾക്ക് ഒന്നിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കണം. ചില കാര്യങ്ങൾ ഞാൻ പകുതി പറയും, നിങ്ങളോട് വാക്യം പറയുക. നമുക്ക് ഒന്നിച്ച് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആത്മചിന്തയിൽ ഈ 40 നേരം നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ വിശ്വാസം എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് പൂർവ്വപിതാക്കന്മാർ ഈ വിശ്വാസം എന്ന ആത്മസന്തോഷത്തിലൂടെ നടന്നാണ് നിത്യതയുടെ മഹത്വം കാണാൻ കഴിഞ്ഞതെങ്കിൽ ഈ നൂറ്റാണ്ടിലും വിശ്വാസത്താൽ യാത്ര ചെയ്യപ്പെടുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്താൽ യാത്ര ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്വമായി വെളിപ്പെടും. ആ വിശ്വാസം അത് വളരുക തന്നെ ചെയ്യും. ആ വിശ്വാസം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അത്രയും. അപ്പൊ കാണാതിരിക്കുന്ന കാര്യത്തെ വിശ്വാസത്താൽ ഉളവാക്കിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഈ വിശ്വാസം എന്ന അനുഭവത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാട്ട് നമുക്ക് എപ്പോഴാണോ വിശ്വാസം ഉണ്ടാകുന്നത് അവിടെയാണ് അനുഗ്രഹം വെളിപ്പെടുന്നത്. അബ്രഹാമിനെ നോക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് വിശ്വാസമുണ്ടായത്? അവിടെ മുതലാണ് വിടുതൽ ആരംഭിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഇരിക്കുന്ന സമയം ഒരു ശബ്ദം കേൾക്കുക, ഞാൻ നിന്നെ കാണിപ്പറിയിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. നമ്മളാണെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുമോ? നമ്മളോട് പറയാണ് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. ഞങ്ങളോട് പറഞ്ഞാൽ പോലും ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് മാറ്റമൊക്കെ തരുന്നത് അവിടെ സ്കൂളുണ്ടോ, പിള്ളേരെ പഠിപ്പിക്കാൻ കഴിയുമോ, മറ്റു പല കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞ് എങ്ങനെ ഇരിക്കും? വിശ്വാസത്താൽ അബ്രഹാം ഇനി എന്തിന് തലമുടി വെട്ടുന്ന കട, പിന്നെ പീടി അരി മേടിക്കുന്ന കടകൾ, നമുക്ക് സുപരിചിതരായ ആൾക്കാർ, സ്നേഹിതർ, കാര്യം പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഇവരെയൊക്കെ വിട്ടേച്ച് ക്ഷണനേരം വിശ്വാസത്തിന് ഒരു വാക്ക് കേട്ടപ്പോൾ യാത്ര തിരിക്കാൻ നമ്മളാരും മടിക്കും അല്ലേ? എന്നാൽ അബ്രഹാമിനോട് ദൈവം പറയാ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അന്നേരം തന്നെ താനെല്ലാം വാരിക്കെട്ടിയ തൻ്റെ പെണ്ണുമ്പിള്ളയുടെ കൈക്ക് കൂടി നമുക്ക് ഒരു യാത്ര പോകണം. അന്നേരം യാത്ര വരുന്നതിന് മുമ്പ് ആൾക്കാർ പറയുക, ദേ ഇവന് വളരെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, ഇവനൊരു ഭ്രാന്തനാ, അല്ലെങ്കിൽ എങ്ങനെയാ ഇവന് പോകാൻ കഴിയുന്നത്? വയസ്സായ കാലത്ത് ഈ പെണ്ണുമ്പിള്ളയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് 65, 75 ആയിരിക്കുക. സ്വതന്ത്രം ഈ പ്രായം ചെന്നപ്പോൾ ഈ പെണ്ണുമ്പിള്ളയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകാൻ ഇവൻ എങ്ങനെ കഴിയുന്നു? അവൻ പറയും, ഇല്ല, ഞാൻ ഇതുവരെ കാണാത്ത ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസം ഉള്ളിൽ വീണാൽ അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വിശ്വാസത്താൽ ഞാൻ നടന്നു നീങ്ങിയ ധാരാളം പാതകളുണ്ട്, ധാരാളം യാത്രകളുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. അതെ, ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ വിശ്വാസത്താൽ യാത്ര ചെയ്യപ്പെടുന്നവനാണ്. ദൈവം എനിക്ക് എൻ്റെ കയ്യിൽ തരുന്നത് അവസാന നാണയം വരെ ഞാൻ പറക്കി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് ചെലവിട്ട് കഴിയുമ്പോൾ അടുത്ത മണിക്കൂറിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന കാണാൻ കഴിയും. അടുത്ത മണിക്കൂർ എനിക്ക് ദൈവം എൻ്റെ കൈകളിൽ നന്മ തരുന്നതിന് കാണുവാൻ കഴിയും. അതും അങ്ങനെ തന്നെ ചെലവിട്ടതേക്ക് ഇതുവരെയും വിശ്വസ്തനായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വസ്തരായി നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്താൽ നിറഞ്ഞാൽ ഒരുപാട് വാഗ്ദത്തങ്ങളെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്താൽ നമ്മൾ ഇരുന്നാലേ വാഗ്ദത്തം കാണാൻ കഴിയൂ. അബ്രഹാമിനോട് പറയാ, ഈ വയസ്സായ കാലത്ത് നീ എങ്ങോട്ടാ? അവൻ പറയാ, എനിക്കറിയില്ല, എങ്ങോട്ടെന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ടെന്നറിയാത്ത ഒരു യാത്ര തിരിക്കപ്പെട്ട അബ്രഹാമിൻ്റെ അവസാനം നോക്കുമ്പോൾ, അതേ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായി നമ്മൾക്ക് ക്രിസ്തയേശുവിൽ കൂടെ വരത്തൊക്കെ വേണം. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു വിശ്വാസ വീരനാക്കി ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. എന്നെ അബ്രഹാമിനെ തൊട്ടുവിട്ടതേ ഉള്ളൂ. കാരണം അബ്രഹാമിനെ കുറിച്ച് ഞാനൊരു ദിവസം തന്നെ നമ്മൾ പ്രസംഗിച്ചാലും തീരുകയില്ല. ഒരു മെസ്സേജ് ഉണ്ട്, അബ്രഹാം എന്ന ഒരു മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ പൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ ആരംഭിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസത്താൽ ഇരുന്നാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശ്വാസത്താൽ ഇരുന്നാൽ നിങ്ങളുടെ തലമുറകൾ ആ വിശ്വാസം അനുകരിപ്പാൻ തുടങ്ങും. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിശ്വാസത്താലാണെങ്കിൽ അത് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ, വ്യക്തികളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ എൻ്റെ ചെറുപ്പകാലം ഞാൻ പിന്നീട് അങ്ങോട്ട് വരാം. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ നന്നായി അധ്വാനിക്കുന്ന ഒരാളാണ്. ഞാൻ 7 വരെ പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇഷ്ടിപ്പണിക്കാട്ടോ പോയേ. അതിവിടെ ഞങ്ങളുടെ നാട്ടും പ്രദേശത്തും ഏറ്റുമാനൂരും കോട്ടയം പാലയും മുത്തോലി എന്നൊക്കെ പറയുന്ന പെരുവ അങ്ങനെ പറയുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് ആ ഭാഗങ്ങളിൽ ഞാൻ ഇഷ്ടിപ്പണിക്കായി പോകുന്നത്. അവിടെ ഇഷ്ടിപ്പണി ചെയ്ത് ഞാൻ ജീവിച്ചൊരു മനുഷ്യന്. അതിനുശേഷമാണ് എന്നെ യേശുവിലേക്ക് എന്നെ കർത്താവ് വിളിക്കുന്നത്. ആ വിളിച്ചതിന് ശേഷം ഞാൻ ഒത്തിരി അധ്വാനം നടത്തിയിട്ടുണ്ട്. തടി മേടിച്ച് മുറിച്ച് വിൽക്കുകയും വലിയ മരങ്ങളുടെ മണ്ടയിൽ കയറി മണ്ടപ്പണി ചെയ്യുകയും അതുപോലെ തടി തോളിലെടുക്കുകയും ചുമക്കുകയൊക്കെ ചെയ്ത് ധാരാളം സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം അപ്പടപ്പട കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തു തീർത്തു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആഹാരത്തിന് അല്പമായിട്ട് മാത്രമേ ചെലവിടാറുള്ളൂ. ബാക്കി മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്ക്. ഇന്നും അങ്ങനെ തന്നെ. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നും പലപ്പോഴും അവർ പറയാറുണ്ട്, പപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ ആദരിക്കും. നാം ചെയ്യുന്ന നന്മയാണ് അല്ലാതെ. നേരത്തെ മോൻ പറഞ്ഞതുപോലെ എൻ്റെ മൂത്ത മകനാണ് ഇവിടെ ഗിറ്റാർ വായിക്കാനൊക്കെ വരുന്നത്, ശമുവേൽ. അവനെ ഞാൻ ഉപദ്രവിച്ചിട്ടുള്ളൂ. അവൻ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഒത്തിരി അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒത്തിരി തല്ലിയിട്ടുണ്ട്. പക്ഷേ അതിന് അവൻ അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തിൻ്റെ ആ വഴിയിൽ നിന്നുകൊണ്ടായിരുന്നു അവനെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവർക്കൊക്കെ വേണ്ടതുപോലെയുള്ള നല്ല ഭക്ഷണം വാസ്തവം പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇപ്പോഴൊക്കെ അവർ കഴിക്കുന്ന ഫുഡ് ഞാൻ പോലും എത്തിച്ചേരാറില്ല, കാണാറില്ല. അത്രയ്ക്ക് മനോഹരമാക്കി തരുന്ന കാര്യം എന്നാ? വിശ്വാസത്താൽ യാത്ര ചെയ്യപ്പെട്ടാൽ നമ്മളെ തലമുറയും ദൈവം ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്താലാണ് സഞ്ചരിക്കുന്നെങ്കിൽ ഇന്നും ഞാൻ കഴിക്കാത്ത അതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് ദൈവം അവനെ കൊണ്ട് കഴിപ്പിച്ച്. ദൈവം എന്നോട് പറഞ്ഞു, നീ പോകാത്തിടത്ത് അവരെ അയക്കും. അങ്ങനെയെങ്കിൽ ദൈവം അത് ഈ കാലഘട്ടത്തിൽ സംഭവിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിലിരിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വാസത്താൽ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം വിശ്വാസത്താൽ നിറയപ്പെടും. നിങ്ങളുടെ തലമുറകൾക്ക് അതൊരു വിളക്കായി മാറും. അങ്ങനെയെങ്കിൽ അത് ഇന്ന് പകൽക്കാലം ഉത്ഭവിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം അവിടെ വാക്യം പറയാം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വിശ്വാസത്താൽ അന്വേഷിക്കാൻ ആരംഭിച്ചാൽ, വിശ്വാസത്താൽ മുട്ടുവാൻ ആരംഭിച്ചാൽ, വിശ്വാസത്താലാണ് നമ്മുടെ യാത്രയെങ്കിൽ മുട്ടുമ്പോൾ തുറന്നു തരാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഭവം കാണാൻ കഴിയും. വിശ്വാസത്താൽ ഒരു മകൻ വേറൊരു അടുക്കലേക്ക് ചൊല്ലുന്നു. ഒന്ന് വായിച്ചേ, നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. ഏതുമില്ല എന്ന് അവൻ പറഞ്ഞു. കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുക, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയത്തില്ല. അകത്ത് നിന്ന് അവൻ ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിച്ചോട്ടെ. ആ സ്നേഹിതൻ അടുത്തൊരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വാതിക്കൽ മുട്ടിയിട്ട് പറയുക, എൻ്റെ വീട്ടിൽ വേറൊരു സ്നേഹിതൻ വന്നിരിക്കുക. അവിടെ 3 സ്നേഹിതന്മാരെ കഴിയുന്നത്. ഒരു സ്നേഹിതൻ അടുത്ത സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് പറയാ, എനിക്ക് വേറൊരു സ്നേഹിതനുണ്ട്, അവൻ എൻ്റെ വീട്ടിൽ കടന്നു വന്ന് അവന് കൊടുക്കാൻ എന്തില്ല, ഭക്ഷണമില്ല. അതുകൊണ്ട് നീ എനിക്ക് അല്പം ഭക്ഷണം തരണം. അല്ലെങ്കിൽ എനിക്ക് 2 അപ്പം എനിക്ക് തരണം, നീ ഒന്ന് എഴുന്നേൽക്കണം. അവനെ വളരെ നിർബന്ധിച്ചു. എന്നാൽ ആ നിർബന്ധത്തിൻ്റെ ഒടുവിൽ അവൻ ആദ്യമെല്ലാം പറഞ്ഞു, എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ കിടക്കുക, ഒത്തിരി ഉപാധികൾ പറഞ്ഞു. പക്ഷേ വിശ്വാസത്താൽ അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് രാത്രി നമ്മുടെ ഈ പകൽക്കാലം ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ പകൽ മുട്ടാൻ ആരംഭിച്ചാൽ, വിശ്വാസത്താൽ മുട്ടാൻ ആരംഭിച്ചാൽ, ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രയറിനകത്ത് ഇന്ന് പകൽക്കാലം കടന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനഃപൂർവ്വമായി കർത്താവ്
കർത്താവ് തരുവോളം മുട്ടിക്കൊണ്ടിരുന്നാൽ അവൻ നിശ്ചയമായിട്ട് തരും. അവൻ നിങ്ങളെ വിട്ട് മാറത്തില്ല, അവൻ നിങ്ങളോട്ട് ഓടി മറയത്തില്ല. വേദനയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കറിയാവുന്ന കർത്താവാണ്. ഞാൻ പലപ്പോഴും മുട്ടിയിട്ടുണ്ട്. മുട്ടിയപ്പോഴൊക്കെ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ മുട്ടാൻ തുടങ്ങിയാൽ എഴുന്നേറ്റ് തരുന്ന ഒരു ഗുരുനാഥൻ്റെ അടുക്കലാണെന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. സഹായിപ്പൻ കഴിയാത്ത ഒരുവൻ്റെ അടുക്കലല്ല, അതും വിശ്വാസത്താൽ യാത്ര ചെയ്യപ്പെടണം. എൻ്റെ സ്നേഹിതൻ എഴുന്നേറ്റ് എനിക്കത് തരുമെന്നുള്ള ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. ആ വിശ്വാസം അവൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ആ സ്നേഹിതനടുക്കൽ പോയി വാതിക്കൽ മുട്ടിയത്. ഇന്ന് പകൽ വിശ്വാസത്താൽ നമ്മുടെ രക്ഷകൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് മുട്ടാൻ ആരംഭിച്ചാൽ, വെളിപ്പാട് 3-20 വാക്യം ഇങ്ങനെ പറയുന്നു, അമ്മേ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്ര വലിയ സ്നേഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ വാസ്തവമായിട്ട് ചെല്ലേണ്ടതുപോലെ ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചെല്ലുന്ന എന്തിനായിരിക്കും? പണത്തിനു വേണ്ടിയോ, സമ്പത്തിനു വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക തകർച്ച എന്നുള്ള വിജയത്തിനു വേണ്ടിയോ, ഇങ്ങനെയുള്ള മാത്രം കാര്യങ്ങൾക്കാണ് യേശുവിൻ്റെ അടുക്കൽ പലപ്പോഴും പലരും ചെല്ലുന്നത് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം അങ്ങനെയല്ല. യേശുവിൻ്റെ അടുക്കൽ ചെല്ലേണ്ടത് അതെല്ലാം ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അവകാശങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിക്കണമെങ്കിൽ ശരിയായ ഒരു മകനായി നമ്മൾ തീരണം, ശരിയായ ഒരു കുഞ്ഞായി നമ്മൾ മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ നിശ്ചയമായിട്ട് നമുക്ക് തരുവാനിടയായിത്തീരും. നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഒരു 10 മണിയായെന്നിരിക്കട്ടെ, ഒരു ഭിക്ഷക്കാരൻ വന്നു. ആ ഭിക്ഷക്കാരൻ വന്നിട്ട് വല്ല കഴിക്കാൻ തരണമെന്ന് പറയുക. അന്നേരം കഴിക്കാൻ തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചപ്പോൾ അവർക്ക് കൊടുത്തു വിട്ട ഭക്ഷണത്തിൻ്റെ പാകം ചെയ്തതിൻ്റെ 5-6 ദോശ ഇരിപ്പുണ്ട്. അതിനൊരു 2-3 ദോശ എടുത്ത് അവർ കൊടുത്താൽ അവർ പറയുക, എനിക്ക് ദോശ മാത്രം വേണ്ട, മുട്ട കൂടെ കറി വെച്ച് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ മനുഷ്യരോട് പറയും, അപ്പവും തരുന്നില്ല, ദോശയും കൂടെ ഇല്ല, ഒന്നുമില്ല, പൊക്കോളം പറയും അല്ലേ? നിർബന്ധിക്കും. 1-2 പ്രാവശ്യം നിങ്ങൾക്ക് അടിച്ചാട്ടെ എന്ന് പറയും. എന്നാൽ 4 മണിയായി, നിങ്ങളുടെ കുഞ്ഞ് വീട്ടിലേക്ക് വന്നു. അവൻ വന്നപ്പോൾ ഈ ദോശ എടുത്ത് വയ്ക്കുക, എനിക്കൊരു ഡബിൾ ആംപ്ലേറ്റ് അടിച്ചിട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും മനോഭാവം? നിങ്ങൾ നിശ്ചയമായിട്ട് അത് ചെയ്യും. എന്താ ചെയ്യാൻ കാര്യം? നമ്മുടെ മകനായുണ്ടല്ലേ, ദൈവത്തോട് ചോദിക്കണ്ട, അത് കർത്താവ് മക്കൾക്ക് തരും. പ്രൈസ്. അത് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുക. നമ്മൾ ചെയ്യാനുള്ളത് വിശ്വാസത്താൽ യാത്ര ചെയ്യുക, ഭക്തിയിൽ യാത്ര ചെയ്യപ്പെടുക, ദൈവമുഖം നോക്കി യാത്ര ചെയ്യപ്പെടുക, ലോകത്തെ മറക്കുക, ലോകത്തെ വിട്ട്, പാപത്തെ വിട്ട്, പാപ സ്വഭാവങ്ങളെ വിട്ട് വിശ്വാസത്താലുള്ള യാത്ര ആരംഭിക്കാൻ തുടങ്ങിയാൽ ആ യാത്രയിൽ എന്തൊക്കെ വേണമോ അതെല്ലാം തരകടിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും. ആ പരീക്ഷയുടെ നടുവിൽ തളർന്നു പോകാതിരുന്നാൽ ഒടുവിൽ അവൻ നമുക്ക് വേണ്ട വാഗ്ദത്തം നൽകാതെ പോകത്തില്ല. അബ്രഹാമിനെ പരീക്ഷിച്ചറിയുമല്ലോ. ഒടുവിൽ അവസാന മണിക്കൂറിൽ വരുമ്പോൾ അബ്രഹാം ആ കുഞ്ഞിനെ എടുത്ത് വിറകിൻ്റെ മീതെ കിടത്തിയതിന് ശേഷം അവനെ വിറകിൻ്റെ മീതെ കിടത്തി കത്തിയെടുത്ത് ഓങ്ങി അവനെ വെട്ടുവാൻ, നമ്മളെപ്പോലെ ആംഗ്യം കാണിപ്പാനല്ല, അവൻ അതേപോലെ കൊല്ലാൻ വേണ്ടി എടുക്കുന്ന സമയം ഈ കത്തിയുടെയും കഴുത്തിൻ്റെ ഇടയിൽ അല്പ ക്യാപ്പുള്ളപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിശ്വാസത്തിൻ്റെ യാത്ര എവിടെ തീരുമെന്ന് നോക്കിയിട്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അവസാന പോയിന്റിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അവസാന മണിക്കൂറിലാണ് ദൈവം സംസാരിക്കുന്നത്. പരീക്ഷയിൽ കൂടി കടന്നു പോകേണ്ടി വരും. 10-30 വർഷമായി ഈ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഈ 30 വർഷം കൊണ്ട് എന്തേരം പരീക്ഷകളെന്നറിയോ, എന്തേരം വേദനകൾ കൂടെ, എത്രയോ തീയുടെ നടുവിൽ കൂടെ കടന്നുപോയി. അവിടെയെല്ലാം ദൈവം കൈക്ക് പിടിച്ചു. കാരണം എനിക്കറിയാം ആ പരീക്ഷയ്ക്ക് അപ്പുറം ഒരു അനുഗ്രഹമുണ്ട്. മരുഭൂമിക്കപ്പുറം ഒരു പച്ചപ്പുണ്ട്, മരുഭൂമിക്കപ്പുറം ഒരു വിടുതലുണ്ട്, മരുഭൂമിക്കപ്പുറം ഒരു ഉയർച്ചയുണ്ട്, മരുഭൂമിക്കപ്പുറം ഒരാശ്വാസമുണ്ട്. അത് ആത്മാവിൽ കണ്ട് യാത്ര ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയൂ.
അത് ആത്മാവിൽ കണ്ട് യാത്ര ചെയ്യപ്പെട്ടാൽ മാത്രമേ ആ കരയ്ക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ആ സന്തോഷത്തിൻ്റെ പുലരിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ യാത്ര നന്നായി പൂർത്തീകരിക്കപ്പെടണം. ഇവിടെ നമുക്ക് ആ യൗവനക്കാരൻ വിശ്വാസത്താൽ അവന് വാതിൽ മുട്ടുകയാണ്. പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു. അവൻ എഴുന്നേറ്റു ചോദിച്ചു, എന്താണ് നിനക്ക് തരേണ്ടത്? എനിക്ക് എൻ്റെ സ്നേഹിതൻ വന്ന് എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, വിശന്നിട്ടാ വന്നേ, അവന് കഴിക്കാൻ കൊടുക്കണം, അപ്പം വേണം. അവൻ പറയാ, എനിക്ക് ഇപ്പോൾ എഴുന്നേക്കാൻ പോയി, രാവിലെ വാ. പിന്നെയും അവൻ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം കൊണ്ട് അവന് പൊറുതി മുട്ടിയിട്ട, പക്ഷെ ഇവൻ വിശ്വാസത്താൽ മുട്ടുകയാണ്. അവൻ്റെ വിശ്വാസം വലുതായി മാറി, അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന അനുഭവങ്ങൾ വന്നേക്കാം, വേദന ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകാം, വിശ്വാസം കെട്ടുപോകുന്ന അനുഭവം ഉണ്ടാകാം. അതെ, വിശ്വാസം പൊയ്പോകുമെന്ന് തോന്നുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വരാം. അവിടെയും വിശ്വാസം തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണരായി മാറപ്പെട്ടാൽ ഈ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. നിങ്ങളുടെ കൂടെയാണോ? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ ശ്രദ്ധിച്ചാട്ട് ഞാൻ ആ ഭാഗത്ത് മാറുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 39-ാം വാക്യം അവിടെ വായിക്കപ്പെടുമ്പോൾ കാണാൻ കഴിയും. ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരിക, അവൻ്റെ മരണ വാർത്ത അറിഞ്ഞു. ആ മരണത്തിൻ്റെ ശബ്ദം യേശു നേരത്തെ മനസ്സിലാക്കി. ആ മരണം എന്തിനു വേണ്ടിയാണ്, ദൈവനാമം മഹത്വപ്പെടാനെന്നെല്ലാം വെളിപ്പെടുത്തി. അനന്തരം യേശു ലാസറിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ സംഭവിച്ചതിൻ്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വായിച്ചാട്ട്, അവിടെ കല്ല് നീക്കുമെന്ന് യേശു പറഞ്ഞു. നമുക്ക് മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. 4 ദിവസമായല്ലോ. നമുക്ക് വളരെ ശ്രദ്ധിക്കണം. യേശു കല്ലറയിലോട്ട് ചെല്ലുമ്പോൾ യേശു പറയുക, ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ. ഉടനെ മാർത്ത പറയുക, കർത്താവെ നാറ്റം വെച്ചു, സാധ്യമല്ല. നമുക്ക് അവളുടെ അവിശ്വാസം അകത്ത് കിടക്കുക, വിശ്വാസമില്ലാത്ത വാക്കുകളിലൂടെ വെളിപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ശബ്ദിക്കാൻ തുടങ്ങിയാൽ ചിലതിനൊക്കെ ജീവൻ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചില മരിച്ചു കിടക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് പുറത്തു വരപ്പെടണമെങ്കിൽ വിശ്വാസത്താൽ ശബ്ദിക്കാൻ ആരംഭിക്കണം, വിശ്വാസത്താൽ പറയാൻ തുടങ്ങണം, വിശ്വാസത്താൽ ചിലത് വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തിനു വേണ്ടി ഉള്ളതൊക്കെ ഇങ്ങനെ ചിലവിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ആരാധിക്കാൻ സ്ഥലമില്ല. ഞാൻ ഒരു വീടിൻ്റെ മുകളിൽ അന്നൊരു കോളനിക്കകത്ത് ആദ്യം ആരാധന തുടങ്ങി. പിന്നെ കോളനി ആയതുകൊണ്ട് അവിടുന്ന് പുറത്താകണമല്ലോ എന്ന് മനസ്സ് പ്രേരിപ്പിച്ചിട്ട് അടുത്തൊരു വീടിൻ്റെ മുകളിൽ അവർ തന്നു. എനിക്കൊരു പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയാൽ ഞാൻ ആ വീടിൻ്റെ മുകളിൽ ആരാധന തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത സമയം അവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയപ്പോൾ അവർ വാർത്തതിന് ശേഷം മുകളിൽ ആരാധനയ്ക്ക് തന്നു. അവിടെ 6 വർഷം ആരാധന നടത്തിയ 6 വർഷം നടത്തിക്കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു 4-5 വർഷം, 6 വർഷമായി. ദൈവമേ, 6 ആയല്ലോ, ഇനി സ്ഥലം എവിടെയാ? ഇവിടുന്ന് മാറിക്കൊടുക്കണമല്ലോ. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നെ വാർക്കയുടെ മുകളിൽ നിന്ന് കൈയടിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി വന്നാട്ടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെന്നു. എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ആരാധന അവിടെയല്ലേ നടത്തുന്നത്? ഞങ്ങളുടെ ഇറച്ചിൽ വരുന്നില്ല. പുള്ളി മറ്റൊരു ഇറച്ചിൽ പോകുന്ന ഒരാളാണ്. എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടിയോ? ഞാൻ പറയും, ഇല്ല, വിശ്വാസത്താൽ ദൈവം മുമ്പിൽ വച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞതേ, ആ സൈഡിൽ, ആ റോഡ് സൈഡിൽ അങ്ങറ്റം എൻ്റെ മോളെ അവിടെ അടക്കിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം അവിടെ കുറച്ച് ക്യാപ്പ് കിടപ്പുണ്ട്. ആ സ്ഥലം നീളത്തിന് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ പിന്നെ പ്രമാണത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ തുള്ളിച്ചാടി. പ്രൈസ് ദി ലോർഡ്. കാരണം വിശ്വാസത്താൽ ആരംഭിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ആ വിശ്വാസം വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ സഞ്ചരിച്ചാൽ ഒരിക്കലും ദൈവം പറയില്ല നാളെ ചെയ്യാൻ പോകുന്ന കാര്യം.
പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിലേക്ക് വടി നീട്ടുമ്പോൾ ദൈവം പറഞ്ഞു വടി നീട്ടാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല, ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം നടന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ വടി നീട്ടിയ വെള്ളം രണ്ടായി പോകുമോ എന്ന് പോലും ചിന്തിക്കാതെ വടി നീട്ടിയപ്പോൾ അവിടെ വിഭജനം നടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവസാനമേ ദൈവം ചെയ്യത്തുള്ളൂ. ബുദ്ധിക്കത് ചിന്തിപ്പാൻ കഴിയാത്ത ഇടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ വളരെ സന്തോഷമായി. പൈസ ഉണ്ടാക്കണമല്ലോ, പൈസ ഇല്ല, ഉള്ള കാശൊക്കെ തീർത്തിട്ടുണ്ടാക്കിയല്ലേ, കിട്ടും, അതിന് ചിലവിടും, ഉപവാസം വയ്ക്കും, പ്രാർത്ഥന വയ്ക്കും, കാര്യം നടത്തും, വീണ്ടും വേറെ സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ പോവും, ഇങ്ങനെ ചിലവിട്ട് തീർക്കും, കാശില്ല. അപ്പോൾ അദ്ദേഹം സമയമായി അളന്ന കിട്ടിയ ചോറിയ ഇടപാട് കൂലിയും കൂടെ ഞാൻ കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങ് വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങൾ ഒന്നോ രണ്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട എന്തോ കാര്യം മാത്രമേ പൈസ എനിക്ക് ചിലവായുള്ളൂ. ആ സ്ഥലം എനിക്ക് എഴുതി തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡ് ഞാൻ ചരിഞ്ഞ് ഈ പറമ്പിലോട്ടിരിക്കുക. സ്തോത്രം. അതിന് പൊട്ടിക്കുക അതിന് പണിയാൻ ഒരു പൈസയുമില്ല. JCB വിളിക്കണം, അവിടെ തിട്ടായിരിപ്പുണ്ട്, കല്ലൊക്കെ ഇച്ചിരി പാറയുള്ള സ്ഥലമാണ്, അതൊക്കെ തോണ്ടി മാറ്റണം, പൈസ ഇല്ല. ഞാനങ്ങനെ സഞ്ചരിക്കുക. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ചർച്ചുണ്ട്, വലിയൊരു ചർച്ചായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ആരാധന ആരംഭിച്ചത്. സ്തോത്രം. ആ ചർച്ചിലെ ഒരു സഹോദരി എന്നെ വിളിച്ച, പാശേ സ്ഥലമൊക്കെ കിട്ടിയല്ലോ. ഞാൻ അവരോട് പറഞ്ഞു സ്ഥലമെല്ലാം കിട്ടി. ഉടനെ അവർ ആഭരണം ഒക്കെ ഊരി മാറ്റി വരാം വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിരുന്ന 3 വള എൻ്റെ കയ്യിലോട്ട് പാശ വിറ്റിട്ട് അതങ്ങ് പണി ആരംഭിക്കാൻ പറയും. സ്തോത്രം. അങ്ങനെ ആരംഭിച്ച പണി അടുത്തൊരാൾ അമേരിക്കയിൽ നിന്ന് ആരെന്നോലും എനിക്കറിയില്ല. ഞാനൊരു പെങ്കച്ചുവിനെ കെട്ടിച്ചു കൊടുത്തു കോട്ടയം കഞ്ഞിക്കുഴിയിൽ. അവൾ ആരാണ്ടോട് പറഞ്ഞ് അവിടുന്ന് ഒരു 1,00,000 രൂപ അവിടെ നിന്ന് കിട്ടി. ഒക്കെ കൂടെ വേഗത്തിൽ അതിൻ്റെ പണി, താഴത്തെ പണി തീർന്നു. ഇപ്പോൾ മുകളിലത്തെ പണി ആരംഭിച്ചിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതും വിശ്വാസത്തിലായിരുന്നു. ഇവിടുത്തെ പ്രിയപ്പെട്ടവർ ഇച്ചിരി ആ കാശ് വളരെ സന്തോഷത്തോടെ തന്നു. ഹല്ലേലൂയ. അവരൊന്നും ചോദിച്ചില്ല, അവരുടെ ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തിൽ ആരംഭിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വിശ്വാസം ദൈവം കണ്ടാൽ അതിൻ്റെ അന്ത്യസമയത്ത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. വിശ്വാസത്തിൽ ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒത്തിരി പെൺപിള്ളേരോടൊക്കെ പറയാറുണ്ട്, പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വിശ്വാസത്താൽ ആരംഭിക്കണം. ആൺപിള്ളേരോട് പറയാറുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം വിശ്വാസത്താൽ ആരംഭിക്കണം. ചിലരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പയ്യനെ അല്ലെങ്കിൽ പെണ്ണിനെ നീ മനസ്സിൽ ഭാവന കാണുക, എന്നിട്ട് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നോക്കിക്കേ, അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ സംഭവിക്കുക. എനിക്കൊരു പെങ്ങളുണ്ട്. എനിക്ക് ഒരു പെങ്ങളല്ല, എനിക്ക് 4 പെങ്ങളുണ്ട്. 3 ആണുങ്ങൾ, ഞങ്ങൾ 7 പേരാ. അതിൽ ഒരു പെങ്ങളെ അയച്ചിരിക്കുന്ന തേക്കടിക്കടുത്ത്. അവിടെ അയക്കപ്പെട്ട ആ സഹോദരിയുടെ 3 മക്കളിൽ ഒരു പെങ്കച്ച്, മൂത്തവൾ ജെസ്സി എന്ന പേര്, അവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ TPM പോകുന്നത്. ഞാൻ കൂടുതലും TPM ഉപദേശമാണ് പ്രസ്താവിക്കപ്പെടുന്നത്. സ്തോത്രം. ഇവളവിടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ അവൾ ആത്മാവിലൊരു ദർശനം കാണുക, ഒന്നും പ്രാർത്ഥിക്കുക. ഞങ്ങൾ തന്നെ അവിടെ ചെന്നാൽ അവൾ കാത്തിരിപ്പിന് പോയിട്ട് ശനിയാഴ്ച ദിവസം ഉപവാസവും കാത്തിരിപ്പും കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പിന്നെ സംസാരിക്കുക ഞങ്ങളോട്. ആ 3 പിള്ളേരും അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉത്സാഹികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവളൊരു സ്വപ്നം കണ്ടു, ഒരു ചെറുക്കനെ പറ്റി. 19 പയ്യന്മാർ കാണാൻ വന്നു. ഈ 19 പയ്യന്മാർ വന്നിട്ട് പറയുക, ഞാൻ കണ്ട പയ്യൻ ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ട പയ്യൻ ഇതല്ല. 20ാമതൊരു പയ്യൻ വന്ന് പറയുക, ഇതാണ് ഞാൻ കണ്ട പയ്യൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടത് അത് നല്ല കറുപ്പായൊരു പയ്യന്, നല്ല കറുത്തിരിക്കുന്നു. സ്തോത്രം. അവനെ വാഗമൺ ടൗണിനടുത്ത്, ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്ത് ഇവ പാർക്ക് ചെയ്യുക. സ്തോത്രം. അപ്പോൾ അത്രയ്ക്ക് വിശാലമായ വിധങ്ങളിൽ ദൈവം അവരെത്തിച്ചത് ദർശനമായിരുന്നു, വിശ്വാസമായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ കുറച്ചുപേരെ ഉള്ളെങ്കിലും ചിലപ്പോൾ ഞങ്ങളുടെ ഈ ശബ്ദം ദൂരങ്ങളിലേക്ക് എത്തുന്നുണ്ടാവാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് വിശ്വാസത്താൽ നിങ്ങൾ ആരംഭിച്ചാൽ, വിശ്വാസങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അല്പം പോലും മാറത്തില്ല. കൃത്യസമയത്ത് അത് വെളിപ്പെടും. അബ്രഹാമിന് മുന്നിൽ വെളിപ്പെട്ടതുപോലെ ആ കഴുത്തിനും ആ മകനും കത്തിക്കും കഴുത്തിനും ഇടയിൽ ദൈവം സംസാരിച്ചതുപോലെ അല്പസമയത്തിനകത്ത് സംസാരിക്കുന്ന ദൈവം നിശ്ചയമാണ്. ഏതെങ്കിലും ചിലപ്പോൾ വേദനയോടെ ആയിരിക്കാം ഈ പ്രാർത്ഥന മുമ്പിലിരിക്കുന്നത്. എനിക്ക് ആശ്വാസം കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് പകലൂടെ കടന്നു വന്നതെങ്കിൽ, ഈ പകൽക്കാലം കടന്നു പോകുമ്പോൾ ഒരു നല്ല വിശ്വാസത്തിൻ്റെ ഉടമസ്ഥയായി കടന്നു പോകപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. അതുകൂടെ ശ്രദ്ധിച്ചാട്ട് ഈ മാർത്ത പറയുക, കർത്താവേ
അവനെ വച്ചിട്ട് 4 ദിവസമായി ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മാംസവും അസ്ഥിയൊക്കെ വേർവിടാനുള്ള സമയമായി. അതുകൊണ്ട് ഇനി ഒരിക്കലും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതെ, ആമേൻ. നാറ്റം വെച്ചാലും ജീർണിച്ചാലും പടക്കം ചെന്നാലും കാലങ്ങൾ മാറിപ്പോയാലും ആമേൻ നോക്ക ലോകവും ജനതയും നമ്മെ നോക്കി ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം ആമേൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നാറിയിരിക്കുന്ന അവസ്ഥകൾ, വേദനിച്ചിരിക്കുന്ന അവസ്ഥകൾ, കഷ്ടതയോടുകൂടെ യാത്ര ചെയ്യപ്പെടുന്ന ഏതെങ്കിലും അവസ്ഥകൾ ഇന്ന് പകൽക്കാലമുണ്ടെങ്കിൽ ഈ പകൽക്കാലം വിശ്വാസത്താൽ കാണാൻ ആരംഭിച്ചാൽ, ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരളവായി മാറിയാൽ ഇന്ന് പകൽക്കാലം അതൊരു വിടുതലായി മാറപ്പെടും. വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ അത്ഭുതമായി കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ നിർമ്മല മനസാക്ഷി ഒന്ന് ഉണരാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പറന്നു പോയാലോ, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അന്നേരം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്തോത്രം പറയുന്നത് നല്ലതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്തുതി പറയുന്നത് നന്നായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കുന്നത് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നമുക്ക് ആരംഭിക്കും. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 4 നാളായി ഇനി അവനെ മടക്കി വരുത്താൻ കഴിയത്തില്ല, തുറക്കാൻ പറ്റത്തില്ല, അതിന് അടുക്കലോട് ചെല്ലാൻ പറ്റിയല്ല. ഇങ്ങനെയുള്ള അവിശ്വാസമുണ്ടെങ്കിൽ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല, ഒരു വലിയ അനുഗ്രഹം വെളിപ്പെടുകയില്ല. അവിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് പകൽക്കാലം മാറുവാനിടയായി തീരട്ടെ. വായിച്ചോട്ടെ, അവിടെ പറഞ്ഞത് ആ സഹോദരി മാർത്ത പറയുക, യേശുവേ 4 നാളായി. വായിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അവളോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം, എവിടെയും വിശ്വാസം. അതാ ഞാൻ നേരത്തെ പങ്കിട്ട കുറിവാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസത്താൽ എവിടെ ഏതു മനുഷ്യൻ ആരംഭിച്ചിട്ടുണ്ടോ അവിടെ വിജയം വെളിപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കൻ ഷൂ കമ്പനി ആഫ്രിക്കയുടെ വനാന്തരത്തിലേക്ക് കുറേ ഷൂവും കൊടുത്ത് ഒരു ചെറിയ കപ്പൽ അയക്കപ്പെട്ടു. അതിലൊരുവനെ പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് പരസ്യം കൊടുക്കണം, യാത്ര ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കണം, അവിടെ ചെരുപ്പിടുന്ന ആളുകളില്ല, ഇതെല്ലാം പറഞ്ഞ് അവനെ പറഞ്ഞയച്ചു. അവനവിടെ ചെന്നു, ചെരുപ്പെല്ലാം പ്രദർശനത്തിന് വെച്ചു, കാര്യങ്ങളെല്ലാം അകലക്കൂട്ടി എല്ലാവരോടും പറയാൻ തുടങ്ങി. പട്ടണത്തിലും തെരുവിലും മാർക്കറ്റിലും ഒക്കെ ഈ ചെരുപ്പ് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോയി, മുള്ള് ചവിട്ടിയാൽ മുള്ള് കാലിൽ കയറത്തില്ല എന്നൊക്കെ പലതും പറഞ്ഞു നോക്കി. പക്ഷേ ചെരുപ്പ് ആരും എന്ത് ചെയ്തില്ല, ആരും വാങ്ങിയില്ല. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ചെരുപ്പ് വാങ്ങുന്നില്ല. ഉടനെ അദ്ദേഹത്തെ അമേരിക്കൻ കമ്പനി തിരിച്ചു വിളിച്ചിട്ട് അടുത്തൊരുത്തനെ പറഞ്ഞയച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ചെന്നിട്ട് ഈ ഷൂവിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞും യാത്ര ചെയ്തും ജനത്തോട് കൂടെ നടന്നു. 1-2 ജോഡിയൊക്കെ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞു. അവൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ചെരുപ്പെല്ലാം തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ അത്ഭുതം നടക്കും, ഞാൻ ഈ കമ്പനിയുടെ ഒരു വലിയ ആളായി മാറും. അവൻ്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ടായിരുന്നു. ആ ദർശനം അനുസരിച്ച് അവനത് ചെയ്യാൻ തുടങ്ങി. ഷൂ വേഗം വിറ്റു തീർന്നു. ഷൂവും ചെരുപ്പും എല്ലാം പെട്ടെന്ന് വിറ്റു തീർന്നു. കമ്പനിയെ വിളിച്ചു പറഞ്ഞു, വീണ്ടും ചെരുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ആഫ്രിക്കയിൽ ഷൂ കമ്പനി ഒരു വലിയ മാർക്കറ്റായി മാറി. ചെരുപ്പ് ധാരാളം വിറ്റഴിയാൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചു? ഒന്നാമത്തേനും ഇതേ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തില്ലായിരുന്നു? വിശ്വാസമില്ലായിരുന്നു. ഇത് വിറ്റ് ചിലവാകും, ഞാനൊരു വലിയവനായി മാറുമെന്നും ഈ കമ്പനിയുടെ ഏറ്റവും ഉന്നതനായി ഞാൻ മാറപ്പെടുമെന്ന് അവനൊരാഗ്രഹമുണ്ടായിരുന്നു. മറ്റവൻ അതില്ലായിരുന്നു. ഇവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ഷൂ വിറ്റ് തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വാസം കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ സംഭവിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമില്ലാത്തതുകൊണ്ട് പലതും ഈ നാളുകളിൽ സംഭവിക്കാതിരിക്കുന്നത് നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടം വളരെ ദുഷ്കരമായിരിക്കുന്ന യാത്ര ചെയ്യപ്പെടുന്നു. ആരാധനയും പ്രാർത്ഥനയുമില്ല, ആത്മീക സന്തോഷമില്ല, പ്രത്യാശയില്ല.
വിശ്വാസം എന്നത് അവൻ്റെ ജീവിതത്തിന് നടുക്ക് യാത്ര ചെയ്യപ്പെടുന്നില്ല, സ്ഥിരവാസമില്ല. ആമേ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനുമുണ്ട്. എന്നാൽ വേദനയുടെ നടുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം വരും, അന്ന് അവനിൽ വിശ്വാസം ഉത്ഭവിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വിശ്വാസം വർദ്ധിച്ചാൽ ആ വിശ്വാസം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ആ വിശ്വാസം വളരെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. ആ വിശ്വാസം വളരെ അത്ഭുതകരമായി മാറും. ഇവിടെ നോക്ക്, ഇവൾ വിശ്വസിച്ചില്ല, ഇവൾക്ക് അകത്ത് വിശ്വാസമില്ലാതിരുന്നു. എന്നാൽ യേശു പറയാ, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്യാൻ പോവുക? അമ്മ അത് അത്ഭുതമായി മാറാൻ പോകുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വാസത്താൽ ദൈവമക്കൾ ആരംഭിച്ചാൽ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ ആരംഭിച്ചാൽ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അണപെട്ടാൻ ആരംഭിച്ചാൽ, അമ്മ എന്നെ കേൾക്കുന്നവരെ, വിശ്വാസം ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിൽ കൂടുതലായി അടുത്ത് ചെന്നിട്ടുണ്ടോ, മറ്റെല്ലാം മറന്നേച്ച് അമ്മ വേദപുസ്തകം എടുത്തുകൊണ്ട് തലയ്ക്ക് വെച്ച് ചുമക്കാൻ പറഞ്ഞാൽ അതൊരു പൊട്ടനെ പോലെ ചുമക്കാൻ ആരംഭിച്ചാൽ, വേദപുസ്തകം പറയുന്നത് അത് ലോകം ചിലപ്പോൾ നടന്നില്ലെന്ന് പറഞ്ഞാലും നീ നടക്കുമെന്ന് വിശ്വസിക്കാൻ ആരംഭിച്ചാൽ, നീ അതിനെ മാറോട് പിടിച്ചണച്ചാൽ അതിൽ നിന്ന് അത്ഭുതം പുറപ്പെടാതിരിക്കുകയില്ല. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം കാണാൻ ആരംഭിച്ച് ഇവൾ വിശ്വാസമില്ലാത്തവളായി മാറി. യേശുവോട് പറയാ, നീ കുഞ്ഞെ, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇന്ന് പകൽ അത്ഭുതം നടക്കാൻ പോകുക. സ്തോത്രം. മരിച്ചവൻ ഉയർക്കാൻ പോകുക, മരിച്ചവൻ എഴുന്നേൽക്കാൻ പോകുക. കർത്താവിൻ്റെ അകത്ത് ആ വിശ്വാസത്തിൻ്റെ ശക്തി തള്ളിക്കൊണ്ടിരിക്കുക. പക്ഷേ അനുഭവിക്കേണ്ടവന് അനുഭവിക്കാനുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അങ്ങനെയാ, പലപ്പോഴും അങ്ങനെയാ. പലയിടങ്ങളിലും വിശ്വാസം കുറഞ്ഞു പോകുന്ന കാണാൻ കഴിയും. നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അവിശ്വാസമുള്ള ഇടത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾക്കവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. വായിച്ചാട്ടെ മാർക്കോസിൻ്റെ സുവിശേഷം. ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ നടുവിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ഏതാനും ചില രോഗിയുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും. ഇതാ കാര്യം. സ്തോത്രം. ഇന്ന് പകല് നിങ്ങളിവിടെ കളിച്ചോ ചിരിച്ചോ മനസ്സൊക്കെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പറന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ എന്ത് കാണാൻ പറ്റത്തില്ല? അത്ഭുതമൊന്നും കാണാൻ പറ്റില്ല. യേശുവിനൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. എരികോവിൻ്റെ വാതിക്കൽ ഒരു മുടന്തനായ ഒരു കുഷ്ഠരോ കണ്ണുകണ്ടതിൽ ഒരു കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ കിടക്കുക. യേശു പോകുമ്പോൾ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അവൻ വിളിക്കുക, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവൻ വിളിച്ചോണ്ടിരുന്നു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. ഈ ആരാപാരം എന്ന് പറഞ്ഞാൽ നിരവധി ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ പിന്നാലെ ചുറ്റിപ്പോകുക. എന്നാൽ ആ ശബ്ദം യേശു കേട്ടു. യേശുവിൻ്റെ കാലവിടെ നിന്നു. ആരും അവനോട് പറഞ്ഞില്ല. ആ നിലവിൻ്റെ മുൻപിൽ യേശുവിൻ്റെ കാലവിടെ നിന്നു. അവനെ വിളിപ്പാൻ പറഞ്ഞു, ഞാൻ നിനക്ക് എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവൻ പറയാ, ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ യാത്രയിൽ അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും യേശുവിനെ കാണാൻ പറ്റും. അവൻ കാണുമ്പോൾ എനിക്ക് യേശുവിനോട് പറയണം, എനിക്ക് കാഴ്ച വേണം. അവനത് മനസ്സിലിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവൻ ഭിക്ഷ യാചിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുക. എന്താ മറിയുന്നേ? എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശുവിനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിരവധി പ്രാവശ്യങ്ങളിൽ പ്രവാചകന്മാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്തോത്രം. അവൻ പറയാ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല. എൻ്റെ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെയോ, ഞാൻ സ്നേഹിക്കുന്നവരെ ഇതുവരെ കാണാൻ പറ്റിയില്ല. എനിക്ക് കാണണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉള്ളിലെ ആഗ്രഹം യേശു മനസ്സിലാക്കിയിട്ട് അവൻ്റെ കണ്ണ് തുറന്നു. അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഉള്ളറയിൽ മഹാദൈവസ്നേഹം വെളിപ്പെട്ടാൽ തുള്ളിച്ചാടാൻ ആരംഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ, ഈ ബൈബിളും എടുത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ലായിരുന്നു, പ്രശംസിപ്പാനൊന്നുമില്ലായിരുന്നു. ഒരു കാര്യം പോലും പറയാനില്ലാത്ത പൊട്ടന്മാരെ പോലെ യാത്ര ചെയ്യപ്പെട്ടു. അതേ, വചനം പ്രസംഗിക്കറിയില്ല. സ്തോത്രം. പഠിത്തമില്ല. ഈ ലോകത്തിലെ യാതൊരുവിധ അറിവും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ വെറും
അജ്ഞാനികളായി യാത്ര ചെയ്യപ്പെട്ടവരായിരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാനതവിടെ ചേർക്കാം. ഹല്ലേലൂയ. അങ്ങനെ യാത്ര ചെയ്യപ്പെട്ട ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഒരുക്കിയ മഹാശ്രേഷ്ഠതയുടെ മുമ്പിൽ എൻ്റെ വിശ്വാസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിനെ കാണുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖം ഇന്ന് പകൽക്കാലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഈ യോഗ കഴിഞ്ഞു പോകുമ്പോൾ ദൈവം നിങ്ങളെ തൊടുന്ന പകലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനത് കാരണം ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുന്ന, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ അനുഭവിച്ചിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗിയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നത്. എനിക്ക് വെറുതെ പറയാനില്ല. പ്രസംഗിക്കുന്നതിൻ്റെ പകുതി ഭാഗവും ഞാൻ എൻ്റെ അനുഭവമായിരിക്കുക, വാക്യവചനമായിരിക്കുക ഞാൻ പ്രസ്താവിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ആ വിശ്വാസം മരണത്തോളം മുറുകെ പിടിച്ചാൽ, ആ കർത്താവ് കൈക്ക് പിടിക്കും. നിങ്ങളെ നിശ്ചയമായി നിങ്ങളെ ഉയർപ്പിക്കും. മരണത്തിൽ നിന്ന് അവൻ ഉയർപ്പിക്കാം. വിശ്വാസമാണ് ഞാൻ ഉയർക്കുമെന്നുള്ള വിശ്വാസം, അല്ലേ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും, മരണത്തിനപ്പുറമുള്ളൊരു ജീവിതത്തിൽ എനിക്ക് പോകാൻ കഴിയുമെന്നും, എൻ്റെ യേശു എന്നെ വിളിപ്പാൻ കടന്നു വരുമെന്നും, എൻ്റെ കൈക്ക് പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വാമന തിലകെന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ മരണസമയത്ത് ഇങ്ങനെ പറഞ്ഞ്, നിങ്ങൾ വിവരിച്ചതുപോലെ യോർദാൻ എന്ന മരണ യോർദാൻ ആഴമുള്ളതൊന്നുമല്ല, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ കർത്താവ് അക്കരെ നിൽപ്പുണ്ട്, എൻ്റെ കൈക്ക് പിടിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാ വിശ്വാസമായി. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഭക്തന്മാർ ചവിട്ടി യാത്ര ചെയ്യപ്പെട്ട ആ യാത്രയുടെ നടുവിൽ കൂടെയാണ് യാത്ര ചെയ്യപ്പെടുന്നത്. ഈ പുതിയ നൂറ്റാണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ, സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആരാധന മാറി, പ്രാർത്ഥന മാറി, വിശ്വാസം മാറി, ദൈവശബ്ദം കേൾക്കാൻ കുറവുണ്ടായി. ഞങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു സഹോദരിയെങ്കിലും പറയും, എന്താ പറയുന്നറിയോ? ഞാൻ ദർശനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദർശനം കണ്ടു, ഇന്നൊരു ദർശനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചർച്ചിലുള്ള ഒരു പ്രിയ അപ്പച്ചനുണ്ട്. അദ്ദേഹം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർശനം കാണുക. അദ്ദേഹം റബ്ബർ വെട്ടാൻ പോകുന്ന ആളാണ്. ലൈറ്റ് കൊണ്ട് റബ്ബർ വെട്ടി പോകുകയാണ്. റബ്ബർ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം കാണുക അങ്ങ് അകലെ ഒരു ഭയങ്കര പ്രകാശം. ആ പ്രകാശത്തിൻ്റെ നടുവിൽ ആയിരക്കണക്കിന് ആളുകൾ, നമ്മുടെ ചർച്ചും ഞാനും ഒക്കെ കൂടി ഒരു വലിയ കൂട്ടം നിൽക്കുന്ന അയാൾ റബ്ബർ വെട്ടുമ്പോൾ കാണുകയും പ്രൈസ് വെട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം 12 മണിക്ക് പോയി വെട്ടുന്ന ആളാണ്. അദ്ദേഹം 12 മണിക്ക് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? കർത്താവിൻ്റെ ആ മകൾ സ്നേഹം, അല്ലെങ്കിൽ ആ നിത്യതയുടെ ദർശനം. ആ നിത്യതയെക്കുറിച്ച് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ നമ്മുടെ സഭകളിൽ ഇപ്പോൾ ആരാധനയിടങ്ങളിൽ ഇപ്പോൾ ദർശനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? അന്ന് 500 ഉണ്ടെങ്കിൽ 500 ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി പാടുപെടും. ഇന്ന് 500 1000 ഒക്കെ നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും? കിട്ടും. പ്രൈസ് ദി ലോർഡ്. കഴിക്കാനോ കുടിക്കാനോ ആനന്ദിക്കാനൊക്കെ ഉള്ള ധാരാളം പൈസ വരേണ്ട വഴികളെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുക. പഴയകാലം അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആ പഴയ കാലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യപ്പെടണം. എൻ്റെ പഴയ കാലത്തൊക്കെ ഒരു കാക്കി ഡ്രസ്സ്, ഒരു നിക്കറുണ്ടായിരുന്നു. അത് എത്ര കണ്ടം വെച്ചായിട്ടുണ്ട് നടക്കുന്നത്. ഇന്നോ എൻ്റെ കയ്യിൽ എന്തേലും തുണി ആളുകൾ തരുന്നത് ആർക്കെങ്കിലും കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. എത്ര ഇടത്ത് പോകുമ്പോഴാണ് അവരുടെയൊക്കെ വീടുകൾ കുന്നുകൂടി, അല്ലേ? അതുകൊണ്ട് പൽക്കാലം നിങ്ങൾ പഴയ കാലത്തിലേക്ക് യാത്ര ചെയ്യപ്പെടണം. അതുകൊണ്ട് എരുമ പറഞ്ഞ്, നിങ്ങൾ പഴയ വഴി ഏതെന്ന് അന്വേഷിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. വിശ്രാമം ലഭിക്കണമെങ്കിൽ, അക്കരെ നാട്ടിൽ പോകണമെങ്കിൽ ആ പഴയ പാതകളെ നമ്മൾ ഈ നാളുകളിൽ തിരഞ്ഞെടുക്കപ്പെടണം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ വഴിയുണ്ടായിരുന്നത്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പാത. അവിടെയുള്ള പിതാക്കന്മാരായിരുന്നു വിശ്വാസത്തിൽ യാത്ര ചെയ്യപ്പെട്ടവർ. ആ പാതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നാലേ അക്കരെ നാടി ചെല്ലാൻ കഴിയത്തുള്ളൂ. ഈ കാലഘട്ടത്തിലൂടെ ആണ് നമ്മൾ യാത്ര ചെയ്യപ്പെടുന്നതെങ്കിൽ നിശ്ചയമായിട്ട് പോകാനുള്ള സാധ്യത കുറെ മങ്ങിക്കിടക്കുമ്പോൾ ഈ പകൽക്കാലം വിളിച്ചു പറയുക, ആ പഴയ കാലത്തിലേക്ക്, പിതാക്കന്മാർ ചവിട്ടി യാത്ര ചെയ്യപ്പെട്ട ആ പഴയ കാലത്തിലേക്ക്, പുറകിലേക്ക് ഈ നാളുകളിൽ യാത്ര ചെയ്യപ്പെടണമെന്ന് വിനീയമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്തോത്രം പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട പ്രിയരെ, മഴ ഭയങ്കരമാണെങ്കിലും നിങ്ങൾക്ക് എത്രയും പേർക്ക് വന്നു ചേരാൻ കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് അല്പനേരം വന്ന് ദൈവത്തിൻ്റെ മുൻപിലിരിപ്പാൻ, തിരുവചനം കേൾക്കാനും ഭാഗ്യം ദൈവം തന്നല്ലോ. അതിന് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കെടുക്കുക. സ്തോത്രം. അനേകർ കിട്ടിയില്ല. ചിലപ്പോൾ ഇനിയും അനേകർ ഇവിടെ വരാൻ കാണും. എനിക്ക് പോലും വരാൻ വളരെ ബുദ്ധിമുട്ടി. എങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ വരാൻ കഴിയും? നിങ്ങൾ വന്ന ഒരു ഭാഗ്യവാന്മാരാ. നിങ്ങൾ വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം നിറയുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്, അവൾ പറയുക നാറ്റം വെച്ചു. ഇനി
ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല. ഇനി എൻ്റെ സഹോദരന് ഒരു മടങ്ങിയവരും സാധ്യമല്ല. അവിശ്വാസമുള്ള വാക്കുകൾ വെളിപ്പെടുത്തുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലേ സംഭവിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ അവിശ്വാസികളായി തീരാറുണ്ട്. പല കാര്യങ്ങളുടെ മുമ്പിലും അത് നടക്കാൻ സാധ്യതയില്ലെന്ന് പറയും. പിശാച് പറയും നടക്കാൻ സാധ്യതയില്ല. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കൂ. മരണസമയത്ത് റോമൻ പടയാളികൾ പറഞ്ഞു ഇനി അവനൊരു മടങ്ങി വരവില്ല. അവിടെ കൂടിയിരുന്ന ശതാധിപൻ പറഞ്ഞു ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. ഇവൻ പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. പലപ്പോഴും പറഞ്ഞു ഇനി ഒന്ന് ഉയർക്കുന്ന കാണട്ടെന്ന് പറയപ്പെട്ടപ്പോഴും താൻ നേരത്തെ പറഞ്ഞു ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനം വെളിപ്പെട്ടപ്പോൾ ഒക്കെ മരിച്ച് 3 ദിനം കഴിഞ്ഞപ്പോൾ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ കഴിയുമെങ്കിൽ അവൻ്റെ പിൻഗാമിയായി മാറപ്പെട്ട എനിക്കും നിങ്ങൾക്കും വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസമുണ്ടെങ്കിലേ ആത്മജീവിതത്തിൽ വളരാൻ കഴിയും. അല്ലെങ്കിൽ മണ്ട പോയ തെങ്ങ് പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. മണ്ട പോയ തെങ്ങ് എങ്ങനെ ഇരിക്കും? കായൊക്കെ കാണും, കൊച്ചങ്ങയും താഴെ 5-6 കരിക്കും തേങ്ങയൊക്കെ ഇരിക്കുന്നത് കാണാം. 2-3 ഓലയും മടലും ഒക്കെ ഇരിക്കും. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതിൻ്റെ മണ്ട പോയി കായ്ക്കാൻ ഇനി സാധ്യതയില്ല. ഇത്രയും കൊണ്ട് അവസാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും വിളവെടുപ്പോ നന്മയെ കൊണ്ട് മാത്രം തൃപ്തരാകാൻ ആരെങ്കിലും വിശ്വാസത്തിൽ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, മണ്ടപോയ തെങ്ങ് പോലെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ അകത്തൊരു വലിയ വിശ്വാസം ഇന്ന് പകൽക്കാലം വർദ്ധിക്കട്ടെ. മരണത്തിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്. ഇവിടെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും അക്കരെ കരയിൽ എനിക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ സന്തോഷം വലുതാണ്. അത് എനിക്ക് ലഭിക്കും നിശ്ചയമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയപ്പെടുമ്പോൾ ചിലരുടെ കണ്ണ് നിറയുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം വിശ്വാസത്താൽ അക്കരെ നാടാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും, ഇവിടെ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും, ഇവിടെ ബാങ്കിൽ ഒരു ബാലൻസ് ഉണ്ടായില്ലെങ്കിലും, ഇവിടെ ഒരു സുഖവും ആശ്വാസവും ലഭിച്ചില്ലെങ്കിലും, ഇവിടെ ഒരു സൗഖ്യമുണ്ടായില്ലെങ്കിലും, ഇവിടെ ഒരു ആനന്ദമുണ്ടായില്ലെങ്കിലും എനിക്കൊരു ആനന്ദമുണ്ടെന്ന് പകൽക്കാലം ആർക്ക് വിശ്വസിപ്പാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് ആ സന്തോഷം കാണാൻ പറ്റും കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ആ സ്വർഗീയ പ്രത്യാശ അനുഭവിക്കാൻ കഴിയും. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരങ്ങളെ, പ്രിയ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വാസം നിങ്ങളെ അക്കരെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നിങ്ങളെ ആ തുറമുഖത്ത് എത്തിക്കും. ആ ഭാഗ്യകരമായ ഇടത്ത് നിങ്ങളെ എത്തിക്കും. അത് ആത്മാവിൽ ഇന്ന് പകൽക്കാലം കാണുവാൻ ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അങ്ങനെ കാണുന്നവരാ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും, ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും, തലമുറകൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ ഒന്നും ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വിശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ട് അക്കരെ നാട് എത്തണമെന്നുള്ള ഒരാത്മദാഹമാണ് ഞങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരും. മക്കൾക്ക് അവകാശങ്ങളുണ്ട്, ആ ദൈവം നിങ്ങൾക്ക് തരും. അതിലോട്ട് നമ്മൾ ആവലാതിപ്പെടേണ്ട. അത് ദൈവം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം കൊണ്ടുതരും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ വിളിച്ച ദൈവം ഏലിയാവ് ഇരുന്നിടത്ത് കൊണ്ടു കൊടുത്തതുപോലെ വിശ്വാസത്തിൽ ആരംഭിച്ചാൽ ഇരുന്നിടത്ത് ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ആരംഭിച്ച് നോക്കിക്കേ. വിശ്വാസത്തിൽ കരയാൻ ആരംഭിച്ച്, വിശ്വാസത്തിൽ യാത്ര ചെയ്യാൻ ആരംഭിച്ച് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയും. നിന്നെ ശ്രദ്ധിച്ചേ. ഇവിടെ മാർത്ത പറയാ, യേശുവേ ഇനി എന്തില്ല, ഉയർക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്താ സംഭവിച്ചേ? മങ്ങി. എന്നാ 4 ദിവസം കഴിഞ്ഞാൽ ഇനി മടങ്ങി വരാൻ സാധ്യതയില്ല. അവൻ്റെ ശരീരം മാംസം അഴുകി മാറാൻ തുടങ്ങി. ഇനിയും തുറന്നാൽ ചിലപ്പോൾ ദുർഗന്ധമായിരിക്കും. നമുക്ക് അടുക്കാൻ പറ്റിയല്ല. യേശു ഒക്കത്തില്ല. കർത്താവേ വേണ്ട. അവളുടെ അവിശ്വാസം ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ യേശുവിൻ്റെ കൈക്ക് പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് കൂടെ യാത്ര ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ ഇന്ന് പകലൊരു വലിയ അത്ഭുതം നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ആരെയൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആരെല്ലാം ഉള്ളിൽ വിശ്വാസം ഉയർന്നിട്ടുണ്ടോ ആ ഉയർന്നനുസരിച്ച് ദൈവം അവനെ ഉയർത്തിയിട്ടുണ്ട്. വിശ്വാസത്താൽ നിങ്ങൾ ചിലതങ്ങ് കാണണം. വിശ്വാസത്താൽ ചിലത് കാണണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്താൽ ഇങ്ങനെ പലതും കാണുക. 3 വർഷം കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ കാണുക. കഴിഞ്ഞ വർഷം ഞാൻ വിശ്വാസത്തിൽ കണ്ടു. എന്നിങ്ങനെ കണ്ടു.
ആരാധന ഞങ്ങളൊരു കൊച്ചു സ്ഥലത്ത്, അതിനെ ഈ വർഷം, കഴിഞ്ഞ വർഷം ഡിസംബർ ആകുമ്പോൾ 1-ാം തീയതി ആ ആരാധന ആരംഭിക്കണം. നടന്നില്ല. കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ ആഗ്രഹിക്കുക സ്തോത്രം. അപ്പോഴത്തേന് അതിൻ്റെ 2 സ്റ്റെപ്പ് പണി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ തനിയെ പൊങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വേദനയുടെ മുമ്പിൽ, ഏതെങ്കിലും കടങ്ങളുടെ മുമ്പിൽ, ഏതെങ്കിലും വെല്ലുവിളിയുടെ മുമ്പിൽ, വിദ്യാഭ്യാസത്തിന് മുമ്പിൽ, ഭവനത്തിനകത്തുള്ള ഏതെങ്കിലും പോരാട്ടങ്ങളുടെ മുമ്പിൽ, തലമുറകൾ അമ്മയപ്പന്മാരുമായിട്ടോ ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ജീർണിച്ച് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ കർത്താവ് എന്നെ കൈക്ക് പിടിക്കും, എൻ്റെ കർത്താവ് എൻ്റെ വിശ്വാസം ഉയർത്തും, ഞാൻ ചിന്തിക്കുന്ന കാര്യം യേശു എനിക്ക് ചെയ്തു തരും. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസമുള്ളവരായിട്ട് ഈ പകൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങാവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിശ്വാസം പറഞ്ഞ മറിയത്തോട് യേശു പറയാ, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, അവൻ എന്ത് ചെയ്യും? അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വാസം ആർക്ക് വെളിപ്പെടുമോ അവിടെ മരണത്തിൽ നിന്നുള്ള പുതുജീവൻ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ചാട്ട് ഞാൻ അവിടുന്ന് 2 രാജാക്കന്മാരിലേക്ക് പോകുക. 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നയമാനെ കാണാൻ കഴിയും. ആരാം രാജാവിൻ്റെ സേനാധിപനാ. ആരാമന് ധാരാളം യുദ്ധങ്ങളിൽ വിജയം കൊടുത്തൊരു പരാക്രമശാലിയാണ്. പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്താ കുഴപ്പമെന്നറിയോ? കുഷ്ഠം. പ്രൈസ് ദി ലോർഡ്. അവൻ കുഷ്ഠരോഗിയായിരുന്നു. ധാരാളം വിജയം അവന് നേടിയെടുക്കാൻ പറ്റി. പക്ഷെ അവൻ്റെ മനസ്സിനകത്ത് സന്തോഷമില്ല. എപ്പോഴും നോക്കിയാലും വേദന. സ്തോത്രം. പുറത്താർക്കും അറിയില്ല. അവൻ കോട്ടുമിട്ട് ശരീരമാസകലം വസ്ത്രമൊക്കെ പുതച്ച അന്നത്തെ കാലഘട്ടത്തിലെ യാത്രകൾ. അങ്ങനെ യാത്ര ചെയ്യപ്പെടുമ്പോൾ ആ വസ്ത്രം എടുത്ത് കഴുകുന്ന ഒരു സ്ത്രീയുണ്ട്, പെങ്കൊച്ചുണ്ട്. അവൾ ഇസ്രായേൽക്കാരിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ആ വസ്ത്രങ്ങൾ അലക്കുമ്പോഴും അയാളുടെ വേദനയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ദിവസം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് പോയാൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? സൗഖ്യം തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. അവനോട് പറയാ, എലീശ പറയാ, നീ ഒരു കാര്യം ചെയ്യും, നീ ആ യോർദാനിൽ ഇപ്പോൾ 7 പ്രാവശ്യം മുങ്ങി പൊക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. പൊക്കൊള്ളാൻ പറഞ്ഞു. ആദ്യം നമുക്ക് നമ്മുടെ ചിന്തയിൽ വരുന്നത് എന്തായിരിക്കും? ആ കുഞ്ഞിനെ ആ ഡോക്ടറെ കാണിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റൂ? സൗഖ്യമുണ്ടാകൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയാലേ എനിക്ക് സൗഖ്യം കിട്ടൂ എന്നൊരു ചിന്ത നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും എന്ത് കിട്ടുന്നില്ല? ദൈവിക രോഗശാന്തി പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇവിടെ അങ്ങനെയാണ് പറഞ്ഞേ, ഞങ്ങളവിടെ അമാനും പറപ്പരപ്പും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അത് നല്ല തെളിഞ്ഞ വെള്ളമാണ്, അത് മനോഹരമായിട്ട് ഒഴുകുന്ന നല്ല ജലമാണ്, കണ്ണീര, ഇതുപോലെ കലക്കയൊന്നുമല്ല. അവിടെ പോയി ഞാൻ കുളിച്ച് എനിക്ക് ശുദ്ധനായിക്കൂടെ? കോപിച്ചു. അവൻ്റെ ഉള്ളിൽ വിശ്വാസം എപ്പോഴ് കടന്നു വന്നോ അവിടെയാണ് അവന് സൗഖ്യമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആരൊക്കെ വിശ്വസിച്ചോ അവിടേക്കാണ് വിടുതൽ നടന്നിട്ടുള്ളത്. നയമാൻ എത്രമാത്രം അവിശ്വാസിയായിരുന്നോ അത്രയും നാൾ അവന് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, അത്രയും സമയം അവന് സൗഖ്യം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കൂട്ടുപ്രത്യൻ പറഞ്ഞത് കേട്ട് അവൻ യോർദാനിൽ ഇറങ്ങി ഒന്ന് മുങ്ങി നോക്കി. പൊങ്ങുമ്പോഴും അവൻ പല്ല് കടിക്കുക. രണ്ടാമത് ഒന്ന് മുങ്ങി പൊങ്ങി. അപ്പോഴവൻ്റെ മുഖത്ത് നോക്കിയ, അവൻ്റെ കൈയൊക്കെ നോക്കിയ, അവന് ഒരു ഭാവമാറ്റവുമില്ല. അങ്ങനെ 6 കഴിഞ്ഞു. 7-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൊച്ചു ബാലനെ പോലെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്ന പകൽക്കാലം എപ്പോഴും നമ്മൾ വിശ്വസിക്കുമോ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കുന്നത്. എവിടെയാണ് നമ്മൾ അവിശ്വാസം ഉണ്ടാകുമോ ആ അവിശ്വാസം എത്ര കാലം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമോ അത്രയും കാലം ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും ആത്മീക മണ്ഡലത്തിൽ നിൽക്കപ്പെടുന്നുണ്ടെങ്കിലും, പലപ്പോഴും ആത്മീയരെ നമ്മൾ അനുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും, പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും, പല കാര്യങ്ങൾ ചെയ്യുകയും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അവിശ്വാസം തള്ളിക്കയറാറുണ്ട്. ഈ നയമാനെ പോലെ. പ്രൈസ് ദി ലോർഡ്. നയമാൻ വിശ്വസിക്കാൻ എപ്പോഴും ആരംഭിച്ചോ അവൻ എത്ര പ്രാവശ്യം മുങ്ങിയെന്നറിയാമോ? 7 പ്രാവശ്യം മുങ്ങി. 6 പ്രാവശ്യം മുങ്ങിയിട്ടും അവന് സൗഖ്യമുണ്ടായില്ല. 7-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ അവന് സൗഖ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ തൻ്റെ നാട്ടിലേക്ക് കടന്നുപോയത്. ഇന്ന് പകല് വിശ്വാസത്തോടെ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര ആരംഭിച്ചാൽ അവിടെയാണ് അത്ഭുതം വെളിപ്പെടുന്നത്, അവിടെയാണ് സൗഖ്യം വെളിപ്പെടുന്നത്, അവിടെയാണ് കൃപ വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യം മുതലൊന്ന് വായിച്ചാൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. യേശു അവിടം വിട്ട് അടുത്ത ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, ഒരു സ്ത്രീ പുറകെ വന്ന് യേശുവിനെ അസഖ്യപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 15:21. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശു അവിടം വിട്ട് സീദോൻ എന്ന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്നൊരു കനാന്യ സ്ത്രീ വന്നു. നോക്കട്ടെ, വളരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവെ കരുണ കാണിക്കണം, എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്തിരിക്കുക. നോക്ക്, യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. വളരെ ശ്രദ്ധിക്കണം. അവൾ വിശ്വാസത്തോടെ യാത്ര ചെയ്യപ്പെടുകയാണ്. യേശു ഒരു വാക്കും മിണ്ടിയില്ലെങ്കിലും അതിനകത്തൊരു അത്ഭുതം മറിഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം അത് കാണാൻ ആത്മീയ കണ്ണിന് തുറക്കാൻ ആരംഭിച്ചാൽ ഈ പകൽക്കാലം വിശ്വാസത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. അവള് യേശുവിനടുക്കൽ ചെല്ലും. യേശു ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്നപ്പോഴും അവള് വെറുതെ ഇരുന്നില്ല. അവൾ വീണ്ടും എന്ത് ചെയ്യാണ്? അടുത്ത വായിച്ചോട്ട് നോക്കിയേ. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചോണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. നോക്ക്, ഒന്ന് യേശു മിണ്ടിയില്ല. രണ്ടാമത് യേശു പറയാ, ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, പ്രിയ കുഞ്ഞ്, ആമേ സ്വത്രം, സൗഖ്യം അമ്മേ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആമേ ഞങ്ങളുടെ മക്കൾ ആദ്യം സൗഖ്യം പ്രാപിക്കട്ടെ, ആദ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചെന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കുന്ന, വിശ്വാസത്തിൽ നിൽക്കുന്ന, പ്രമാണത്തെ മാറോട് പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കാണ് സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നതുപോലെ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഒന്നും കാണുകയല്ല. അങ്ങനെയുള്ളവർക്കേ കൂടുതൽ വിശ്വാസമുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ പെട്ടെന്ന് വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകാനോ വലിയ വലിയ ഇടങ്ങളിലേക്ക് പോകാനോ എന്ത് ചെയ്യത്തില്ല, അവർക്ക് പൈസ കാണത്തില്ല. അവർക്ക് സൗഖ്യം ഉണ്ടാകുന്നത്. ഇവള് പുറകെ കിടക്കുക. അപ്പോൾ പറയുക, പിന്നെ എൻ്റെ ആ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. ഈ ശിഷ്യന്മാർ പറയുക, കർത്താവേ അവള് എത്ര നേരം നമ്മുടെ അടുത്ത് പുറകെ നടക്കുക, അവളെ ദയവായി പറഞ്ഞയച്ചാലും. യേശു പറയുക, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അടുത്ത് വായിച്ചേ. നോക്ക്, അവള് വീണ്ടും പറയാ, എന്നെ സഹായിക്കണമേ. നമസ്കരിച്ചു. നോക്ക്, അവള് പറയാ, മക്കളുടെ അപ്പമെടുത്ത്, യേശു പറയാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടി ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിച്ചാട്ട് യേശു പറയുക, നീ പട്ടിയാണ് എന്താ പറഞ്ഞാൽ, എന്താ നാടൻ ഭാഷയിൽ, നീ നായാണ്, നിൻ്റെ മക്കളെല്ലാം നായ്ക്കുട്ടികളാണ്. അത് കൊടുക്കേണ്ടവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രമാണത്തിൽ നിൽക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ കയറി വന്നത്, പ്രൈസ് ദി ലോർഡ്, പ്രമാണമില്ലാത്ത നമ്മൾ, ആമേ സോദരം, ഇസ്രായേലുമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന നമ്മളെ ഒടിച്ചു മാറ്റിയേച്ചാൽ അവിടെ നമ്മളെ ഒട്ടിച്ചു ചേർക്കുകയായിരുന്നു. നമ്മളൊരു പ്രമാണമില്ലാത്ത, ആമേ എന്ന് പറഞ്ഞാൽ പ്രാകൃതിയാൽ ജാതികളായി കിടന്ന, ആമേ വെറും കാട്ടിലെ മനുഷ്യൻ, ഇണങ്ങാത്തവരായിരുന്ന നമ്മളെ കർത്താവ് അവിടേക്ക് വിളിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കനന്യാസ്ത്രീയെപ്പോലെ, നായെപ്പോലെ ജീവിത വിശുദ്ധിയുടെ സന്തോഷം പ്രമാണം അനുസരിക്കാൻ കഴിയാതെ വേർപെട്ടവരായിരുന്നു. അവൾ നോക്കി വിട്ടില്ല യേശുവിൻ്റെ പിന്നാലെ നടക്കുക. അവൾക്കൊരു വിശ്വാസമുണ്ട്, യേശു വിടിവിക്കും. ഞാൻ നായാണ്, സമ്മതിക്കുന്നു കർത്താവേ, ഞാൻ നായാണ്, എൻ്റെ കുഞ്ഞ് നായ്ക്കുട്ടിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവൾ പറയുന്നൊരു പദമുണ്ട്, ആ പദമാണ് എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിച്ച്. അതാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് ആ ഭാഗത്തെ തിരഞ്ഞെടുത്ത്. അവൾ പറയുകയാണ്, ഉടയവൻ്റെ മേശയിൽ നിന്ന് വിടുന്ന ഞുറുക്കുകൾ ഭക്ഷിച്ച് നായ്ക്കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് നീ ധാരാളം സൗഖ്യം കൊടുത്തു, അവർ ധാരാളം അനുഭവിച്ചോട്ട്, പ്രമാണത്തിൽ നിൽക്കുന്നവർ ഇഷ്ടം പോലെ അനുഭവിച്ചോട്ട്. പക്ഷേ എനിക്ക്
ആ താഴോട്ട് വീഴുമ്പോൾ പൂച്ചയും പട്ടിയൊക്കെ അള്ളിപ്പിടിച്ച് നിന്ന പോലെ ഒരു ചെറിയ ഞൊറുക്ക് താഴോട്ട് നിന്ന് മതി, ഞാനത് പിടിച്ചോളാം, എൻ്റെ കുഞ്ഞ് സൗഖ്യം വിട്ടും ഞാൻ അങ്ങനെ അങ്ങ് പൊക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. അവിടെ വിശ്വാസം കണ്ടോ? ഇതിലുള്ള വിശ്വാസമുണ്ട് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അവൾ പറയാ, ഞാൻ പട്ടിയാണ്, എൻ്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞാണ്, അല്ലെങ്കിൽ നായാണ്, നായുടെ കുഞ്ഞാണ്. പക്ഷേ അതിന് താഴോട്ട് വീഴുന്ന ഒരു ഞൊറുക്കുണ്ടല്ലോ, ചെറിയ ഞൊറുക്ക്, അതിന്ന് പകൽക്കാലം എനിക്ക് കിട്ടിയാൽ മതി, എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്നെങ്കിൽ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ പ്രാപിക്കാതിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയാമോ, കർത്താവേ, ഈ പകൽക്കാലം എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് ആ വിഷയത്തിന് മറുപടി തരണമേ. ഞാൻ വിശ്വസിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു, നീ എന്നെ സൗഖ്യമാക്കിയല്ലാതെ, എന്നെ വിടുവിച്ചല്ലാതെ, എനിക്കതിന് നീ മറുപടി തന്നല്ലാതെ നിന്റെ സന്നിധി എഴിക്കത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഉയരത്തിലേക്ക് നോക്കുവാൻ ഈ പകൽക്കാലം ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ചതുപോലെ, അതാണ് വിശ്വാസം. അതാ പറഞ്ഞത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമത്രേ. ഇതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. ആ സാക്ഷ്യം പ്രാപിച്ച ഇടത്തേക്ക് നമ്മൾ വരപ്പെടണമെങ്കിൽ വില കൊടുക്കണം. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്താലേ ആ നീതിയുടെ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ, ആ ദൈവകൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ എത്രയോ സമയം ആ യേശുവിൻ്റെ പുറകെ നടന്നു, യേശു മിണ്ടിയില്ല. ഇസ്രായേലിലേക്ക് ആ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് എന്നെ വിട്ടെന്ന് പറഞ്ഞു, അവൾ അവിടെയും വിട്ടില്ല. പിന്നെ അവള് എനിക്ക് സൗഖ്യം തന്നെ മതി, അവൻ്റെ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞേക്കാവൂ. യേശുവിന് അവൻ്റെ അടുക്കൽ ആ വിശ്വാസവുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ യേശു പറയാ, നായയുടെ ഭക്ഷണമെടുത്ത് അതിൻ്റെ കുട്ടിക്ക് എങ്ങനെ ഞാൻ കൊടുക്കും? നീ നായാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ ഞാൻ കൊടുക്കത്തില്ല, ലേശം പോലും തരാൻ എനിക്ക് മനസ്സില്ല. എന്നാൽ അവളുടെ വാക്ക് നോക്ക്, അവളുടെ വാക്കിൻ്റെ മുമ്പിൽ യേശു അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇന്ന് പകൽക്കാലം തുളച്ചുമറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടിൻ്റെ വാതുക്കൽ ഈ കടുകൻ പറന്നു വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതിങ്ങനെ പറന്നു വന്നിരിക്കും, അതിൻ്റെ പുറത്ത് നിരവധി പ്രാവശ്യം കാക്ക വന്ന് എന്ത് ചെയ്യും, അതിനടിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് അതൊരു മൈൻഡും ചെയ്യത്തില്ല, അതെന്നെ മൈൻഡ് ചെയ്യാത്ത കാര്യം. സ്തോത്രം. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം കിടക്കുക. ഞാൻ പറന്നുയരും, ഇവിടെ ഞാൻ പറക്കാൻ തുടങ്ങും, ഞാൻ പറന്ന് പൊങ്ങും, ഞാൻ വായുമണ്ഡലം കടിഞ്ഞുയരും, അവിടം വരെ നിനക്ക് എത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അവിടം വരെ എത്താൻ പറ്റില്ല. അതിനൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഒരു പ്രതീക്ഷ അകത്ത് കിടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് വാനോളം പറന്നുയരാൻ കഴിയത്തുള്ളൂ. പ്രതീക്ഷയില്ലെങ്കിൽ ഉയരാൻ പറ്റത്തില്ല, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസം അകത്തളങ്ങളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം അത് സംഭവിക്കും. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെടുമ്പോൾ ആ വിശ്വാസം സംഭവിച്ചത് കാണാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എത്രയോ അത്ഭുതം കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളിപ്പോൾ ആരാധന നടത്തുന്ന സ്ഥലത്ത് അവിടെ സ്തോത്രം ഒരു കോളനി ആയിരുന്നു, അതിൻ്റെ കുറച്ച് മാറി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷം കെട്ടിയിട്ട് അവിടെ ചടതിയിടുന്നത്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അമ്മച്ച് കരഞ്ഞുകൊണ്ടുവന്ന് ആരാധന വേണം. അങ്ങനെ അവിടെ ആരാധന ആരംഭിച്ചു. ഒരു ദിവസം 8 10 പിശാചുക്കൾ ഇളകും, രോഗികൾ സൗഖ്യമാകും. അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവിടെ ധാരാളം വെളിപ്പെട്ടു. ഞങ്ങൾക്കറിയാമെന്ന് ദൈവം എന്തോ അവിടെ ചെയ്യാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവ് അസാധാരണമായി വലിയ പ്രവൃത്തി ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല പ്രിയരെ, വിശ്വസിച്ചാൽ, ഉള്ളിലൊരു വലിയ വിശ്വാസം വർദ്ധിപ്പാൻ തുടങ്ങിയാൽ ഈ പകല് വലിയൊരു അതിശയമായ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ മാർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാം അധ്യായം അതിന് 23-ാം വാക്യം ഒന്ന് വേഗത്തിലൊന്ന് വായിക്കാമല്ലോ. സ്തോത്രം. 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവിടെ നമുക്ക് കാണാൻ കഴിയും, യേശു നിന്നാൽ കഴിയുമെങ്കിലൊന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറയും. എന്താ സംഭവം എന്നറിയോ? ഒരു ചന്ദ്രരോഗിയായ ഒരു രോഗിയെ കൊണ്ടൊരു അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാർ
ആകുന്നത് കാര്യം നോക്കി, കണ്ടില്ല, പറ്റില്ല. ആകുന്നവർ പറ്റി നോക്കി, പറ്റുന്നില്ല. ഒടുവിൽ ആ സംഭവം യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ യേശു അവനെ സൗഖ്യമാക്കിയ. എങ്ങനെ സൗഖ്യമാക്കുന്നേ? അവന് കുറേ അവിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ പറയാ, നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. യേശു ചോദിക്കുക, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? സ്തോത്രം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? അവിശ്വാസമുണ്ടായിരുന്നു. ആ അവിശ്വാസത്തിനെ കർത്താവ് ശാസിച്ചു. ഉടനെ അവൻ വീണിട്ട് പറയാ, ആ കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമേ. ഒടുവിൽ അവൻ ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവിശ്വാസമുള്ള ഏതെങ്കിലും ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം അത് അഴിഞ്ഞു മാറട്ടെ. ഈ പകൽക്കാലം അത് എടുത്തു മാറ്റുക. യേശു, ഇന്ന് പകൽ എന്നിലൊരു അത്ഭുതം ചെയ്യണമേ. ഇന്ന് പകൽക്കാലം എനിക്കൊരു വിടുതൽ ഈ പകൽക്കാലം വഹിക്കണമേ. വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമോ? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ഈ പകൽക്കാലം വിശ്വാസത്താൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. വിശ്വാസം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരുവാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ അവിശ്വാസങ്ങളെല്ലാ പ്രവൃത്തികളെന്ന് പകൽക്കാലം ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്നലെ പോലെ വന്നുപോയ അവിശ്വാസങ്ങളെ പൊറുക്കണമേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമത്രേ. അതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. ആ നല്ല അനുഭവത്തിലേക്ക് പ്രിയരെ കടന്നു വന്നാൽ ഈ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഈ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഏത് മാറാവ്യാധിയെയും സൗഖ്യമാക്കുമെന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ഏത് മാറാവ്യാധിയെയും യേശു സൗഖ്യമാക്കും. എങ്ങനെ സൗഖ്യമാക്കും? വിശ്വാസമുള്ളിൽ വെളിപ്പെട്ടാൽ. ആർക്കൊക്കെ വിശ്വാസമുണ്ടോ, ആരെല്ലാം വിശ്വാസത്തോട് സഞ്ചരിച്ചിട്ടുണ്ടോ, ആരെല്ലാം വിശ്വാസത്തിന് വില കൊടുത്തിട്ടുണ്ടോ, ആരെല്ലാം വിശ്വാസത്തോട് നിന്നിട്ടുണ്ടോ, അവരും അവരുടെ തലമുറകളെയും ആദരിച്ച ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങളെയും ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. അത് ഒച്ചത്തിൽ പറയുക. എല്ലാവരും പറയുന്നേക്കാൾ അധികം ഒച്ചയിൽ പറയുക. അങ്ങനെ ഒരു ശ്രേഷ്ഠനായ ദൈവമുണ്ട്. അനുഭവ സമ്പത്തിന്റെ ഉടമസ്ഥനായ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ കഴിയും, ഈ ദൈവം മതിയായ ദൈവമാ. ഈ ദൈവത്തെ പോലൊരു ദൈവം വേറെയില്ല. ഞാൻ പലരെയും അന്വേഷിച്ചിട്ടുണ്ട്, പലയിടങ്ങളിൽ അന്വേഷിച്ചു, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗുരുനാഥൻ്റെ അടുക്കൽ എപ്പോഴും ഞാൻ വന്നിട്ടുണ്ടോ, എപ്പോഴെല്ലാം എൻ്റെ വിശ്വാസം ഞാൻ കൂട്ടിയിട്ടുണ്ട്, അവിടെയെല്ലാം എനിക്ക് കർത്താവിൻ്റെ മുഖത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം വിശ്വാസത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ദൈവത്തിനായി കൊടുക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ പകൽ ഒരു വലിയ സന്തോഷം നടക്കാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തിനായി നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയും? ഞങ്ങളൊക്കെ ഒത്തിരി വേദനയുടെ മുമ്പിൽ കൂടെ കടന്നുപോയവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആ വേദനയുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന കർത്താവ് ഇന്ന് പകലിവിടെ വന്നിട്ടുണ്ട്. അവൻ നമുക്ക് വിശ്വസിക്കാമോ? കണ്ണുകളടയ്ക്കാമോ? ഇന്ന് പകൽക്കാലം കർത്താവിനോട് നിങ്ങൾക്ക് അടുത്തേലാമോ? എവിടെയെങ്കിലും വിശ്വാസം തണുത്തു പോയെങ്കിൽ, എവിടെയെങ്കിലും വിശ്വാസം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമോ? കർത്താവേ, ആ അപ്പൻ പ്രാർത്ഥിച്ച എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. എന്ന് പകലെന്നെ രാജകീയ പദവിയിലേക്ക് എന്നെ എത്തിപ്പിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടെ കൂട്ടണമേ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമുള്ള വ്യക്തിയായി ഇന്ന് പകൽക്കാലം മാറുവാൻ ദൈവകൈകളിലേക്ക് കൊടുക്കാമോ? ഹല്ലേലൂയ. കണ്ണുനീരോടെ യാനം ചെയ്താൽ നിശ്ചയമായി ഒരു അനുഗ്രഹം ദൈവം നമുക്ക് തരാതിരിക്കുകയില്ല. ഈ പകൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിലാണ് ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന ഈ ശനിയാഴ്ച ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയം ഈ പകൽക്കാലം അതിനായി ഏൽപ്പിക്കാമോ? കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. എനിക്കൊരു വിടുതൽ ഇന്ന് പകൽക്കാലം നൽകണമേ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ, ആ വാതിലിനോട് അടുക്കുമ്പോൾ എനിക്ക് വിശ്വാസത്താൽ ചിലത് കാണുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കണമേ. നിന്നാൽ കഴിയുമെങ്കിൽ എന്നല്ല, നീ എനിക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ആ കനന്യ സ്ത്രീയെ പോലെ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാമോ? അവൾ യേശു അക്ഷരം മിണ്ടിയില്ല, അവൾ നടന്നു. അവൾ പിന്നെയും പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യം കൊടുക്കണമേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യം കൊടുക്കണമേ. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടി കൊടുക്കത്തില്ല, ഞാനൊരു നായ തന്നെ സമ്മതിക്കുന്നു, എന്നാലും എനിക്ക് സൗഖ്യം വേണം. ആ താഴെ വീഴുന്ന ഒരു ഞെരുക്ക് മതി, ഒരു ചെറിയ ഞെരുക്ക് മതി, ഒരു ചെറിയ അനുഭവം മതി.
ഒരു ചെറിയ വാക്ക് മതി, കർത്താവ് എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും. ഞാനിന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. ആ വിശ്വാസം അവിടെ വളരെ വലുതായി മാറി. അവളുടെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ച് അവൾ തുള്ളിച്ചാടി, അവൾ ആനന്ദിച്ചു, അവൾ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഇന്ന് പകൽക്കാലം സൗഖ്യം നിനക്ക് ലഭിക്കുവാൻ, അതേ സ്തോത്രം, ആ നയാനെ പോലെ മാറി നിൽക്കുന്ന വ്യക്തിയല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീ പറയരുത് കലങ്ങി മറിയുന്ന ഈ വെള്ളം. അതെ, പെന്തക്കോസ്ത് അനുഭവം ചിലപ്പോൾ കലങ്ങി മറിയും, ചിലപ്പോൾ വേദനയോടെ യാത്ര ചെയ്യപ്പെടേണ്ടി വരും, ചിലപ്പോൾ ദുഃഖിതനായി സഞ്ചരിക്കേണ്ടി വരും, നിരാശപ്പെടേണ്ടി വരും. നീ നിരാശപ്പെടരുത്. അതിനപ്പുറം ഒരു മധുരമുണ്ട്, അതിനപ്പുറത്തൊരു മനോഹരതയുണ്ട്, അതിനപ്പുറത്തൊരു വീണ്ടെടുപ്പുണ്ട്, അതിനപ്പുറം ഒരു അത്ഭുതമുണ്ട്, അതിനപ്പുറം ഒരു വലിയ ദൈവാനുഗ്രഹമുണ്ട്. അതിന്ന് പകൽക്കാലം ആത്മാവിൽ കാണുക. നിങ്ങൾ കണ്ണുകൊണ്ട് അടഞ്ഞിരിക്കട്ടെ, ആത്മകണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആത്മകണ്ണുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് പകൽ എന്നെ രക്ഷിച്ച ദൈവം, എന്നെ സഹായിച്ച ദൈവം, എന്നെ ഇവിടം വരെ എത്തിച്ച ദൈവം നിങ്ങൾ ഇന്ന് പകൽക്കാലം തൊടാൻ പോകുക. ഉടവര റഥുന ഹംധര വനരധുനി ബലഘടകം ധര അംധര വനാരധുനി ബലഘടകം റിഖമ നിഗംധര വൈഡവര റിഗം ധുരാന വൈഷം അംധര വനാരധുനി ബലഘടകം ധരം. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം നടക്കട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ചില ഉള്ളങ്ങളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. അബ്രഹാമിനുണ്ടായ വിശ്വാസം അതേ ഈ പ്രിയ മക്കൾക്ക് വെളിപ്പെടാൻ തുടങ്ങട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായി ഞങ്ങൾക്ക് വരേണ്ടതിന് അത് ക്രിസ്തുവിൽ കൂടെ ഒന്ന് വെളിപ്പെടുത്തിയല്ലോ. ഗലാത്യരിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ യേശു ക്രിസ്തുവിൽ കൂടെ ആ വിശ്വാസത്തിന്റെ അത്ഭുതം ഇവിടെ ഇരിക്കുന്നവർ വെളിപ്പെടട്ടെ. ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ആകാശത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പോലെ അത്ഭുതമായി അത് പരിണമിക്കാൻ തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്വർഗ്ഗീയ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരങ്ങളിൽ പലരും ഈ ശബ്ദം എത്തുവാൻ പോകുന്നല്ലോ. ഇതിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയാട്ട് എല്ലായിടങ്ങളും അത്ഭുതം സംഭവിക്കണം. വിശ്വാസത്താൽ നിറയപ്പെടാൻ ഇടയാക്കണമേ, വിശ്വാസത്താൽ സന്തോഷിപ്പാൻ ഇടയാക്കണമേ. വിശ്വാസത്താൽ എന്നുള്ള ആ ശബ്ദം അവരുടെ ഹൃദയങ്ങൾക്കകത്ത് കർത്താവേ തുടിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വേദനയാലോ ദുഃഖത്താലോ നിരാശയിലോ ഇന്ന് പകൽ ആരെങ്കിലും ആയിരിക്കുന്നതിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ പൂർണ്ണരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊണ്ട് നിറയ്ക്കും, അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.